ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജോസ്, കോട്ടയം. കഴിഞ്ഞ പ്രാവശ്യം മായൻകുട്ടി മേത്തിൽ വന്നപ്പോൾ ഞാനിത് ചൂടായെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷേ ചൂടല്ല, ഞാൻ അങ്ങനെ ആളുകളുടെ മുന്നിൽ ഫേസ് ചെയ്തിട്ടില്ല അധികം. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് അത്രയും തോന്നുന്നില്ല. പിന്നെ ഈ അൽഫുർഖാൻ സെൻറ്റർ ഈ സമ്മേളനത്തെക്കുറിച്ച് ഒത്തിരി പ്രോഗ്രാമിനെ കുറിച്ച് ഒത്തിരി അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാനും ക്രിസ്ത്യാനികളുടെ ഇടയിലൊക്കെ ചെന്ന് പല ബൈബിൾ ജ്ഞാനമുള്ള പല ആളുകളോടൊക്കെ പറയുകയും ഇതിൽ വന്ന് പങ്കെടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പലരും ഇതിൽ ഇവിടെ ആരും വന്നിട്ടില്ല. ഞാൻ നോക്കി, പല മുഖങ്ങളും നോക്കിയിട്ട് ഞാൻ പറഞ്ഞവരാരും ഇവിടെ ഇല്ല. കാരണം വെച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ടെലിഫോൺ ചെയ്ത് ഒത്തിരി ആൾക്കോട് പറഞ്ഞു, അതിന് പൈസയൊക്കെ ഒത്തിരി മുടക്കമുണ്ട് എനിക്ക്. അത് ഈ സംഘാടകർ ആ പൈസ തന്നു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു. ഞാൻ ഇച്ചിരി പൈസയ്ക്ക് ടൈറ്റുള്ള ആളാണ്. പിന്നെ അവർ പറയുന്നതിൻ്റെ അവർ വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞ് നിങ്ങൾ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങളെ നിഷേധിക്കണമെങ്കിൽ ഖുർആൻ എടുത്ത് സംസാരിക്കേണ്ടി വരും. അങ്ങനെ സംസാരിച്ച് കഴിയുമ്പം അത് മുസ്ലിങ്ങളുടെ കണ്ണിൽ ഞങ്ങളൊരു ഇതായി മാറും. അതുകൊണ്ടാണ് അവരാരും വരാത്തത്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, പ്രിയ സഹോദരൻ 1 മണിക്കൂറോളം ഇവിടെ സംസാരിച്ചു, ബൈബിളിലെ ചില കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചു. അത് ഞാൻ MM അക്ബറിൻ്റെ ജീവചരിത്രം, അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യനാണ്. ജീവചരിത്രം മുഴുവൻ വായിച്ച ശേഷം ഞാൻ പറയുകയാണ്, MM അക്ബർ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് ബൈബിൾ പരാമർശം പ്രിയ സഹോദരൻ നടത്തിയിരിക്കുന്നത്. അതിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ, അതിന് ചില പശ്ചാത്തലങ്ങളൊക്കെ എടുത്ത് സംസാരിക്കേണ്ടതുണ്ട്. സഹോദരൻ്റെ കാസറ്റ് ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. അപ്പം പുള്ളിയുടെ ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പശ്ചാത്തലങ്ങളൊക്കെ എടുക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ബൈബിളിനെ കുറിച്ച് നടത്തിയ പല പരാമർശങ്ങളിലും അതിൻ്റെ പശ്ചാത്തലങ്ങൾ എടുക്കുകയൊക്കെ വേണം. അതൊരു മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പോൾ 2-3 ചോദ്യങ്ങളൊക്കെ ചോദിച്ച ആൾക്കാർ, സഹോദരൻ അതിന് മാന്യമായ രീതിയിൽ ഉത്തരവും പറഞ്ഞു. ഈ ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഇവിടെ മീഡിയകളൊന്നുമില്ല. ഈ മിണ്ടാപ്രാണികളും എല്ലാം കേട്ടുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്ത്രീകളെക്കുറിച്ച് ഒത്തിരി നേരം 1 മണിക്കൂർ സംസാരിച്ചതിലും ഞാനത് ഖുർആനിൽ നിന്നും ഉദ്ധരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം വെച്ചാൽ ഒരു മുസ്ലിങ്ങളെയും പ്രീതിപ്പെടുത്തണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പിന്നെ ഈ അത് അനീസ ഭാഗത്ത് അൽ-അനീസ 4-ാം അധ്യായത്തിൽ നിന്ന് പല കാര്യങ്ങളും പല ആയത്തുകളും വായിച്ചു കഴിഞ്ഞാൽ സഹോദരൻ പറഞ്ഞ പ്രസംഗം മാറ്റി പ്രസംഗിക്കേണ്ടി വരും. ഞാൻ മുസ്ലിങ്ങളോടോ ഇസ്ലാമിനോടോ ഒന്നിനോടും എതിരുള്ളവരല്ല. ഞാനൊരു പാപിയായി ജീവിച്ച മനുഷ്യനായിരുന്നു. ഞാൻ പെണ്ണ് പിടിച്ചിട്ടുണ്ട്, കള്ളു പിടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, പിന്നെ മോഷ്ടിച്ചിട്ടുണ്ട്, പരദൂഷണം പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്ത് ഈ മനുഷ്യൻ എഴുതിയ ബൈബിൾ ഞാൻ വായിക്കാനും എനിക്ക് മാനസാന്തരം സംഭവിക്കുകയും ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം ദൈവത്തോട് ഏറ്റുപറയുകയും ഇന്ന് സമ്പൂർണ്ണമായി ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സഹോദരൻ, അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ പറയുകയാണ്. മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് എന്നാ വെച്ചാൽ, ഇവിടെ നടക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് സഹോദരൻ ഉത്തരം പറയുന്നുണ്ട്. ഈ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ ഇവിടെ എന്ത് മീഡിയയാണുള്ളത്? ഇനി ഇതിൽ ഉത്തരം സഹോദരൻ പറയുന്നത് എനിക്കറിയാം. വീണ്ടും മൈക്ക് എൻ്റെ തന്നു കഴിഞ്ഞാൽ ഞാനും പറയാം. കാരണം ചിലപ്പോൾ എൻ്റെ കൊണ്ട് ഞാൻ അറേഞ്ച്മെന്റ്സായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രിയ സഹോദരൻ ഞാൻ ചോദിച്ചു, ജോസിനോട് ഒരു കാര്യം ഈ സദസ്സിനെ മുൻനിർത്തി പറയുകയാണ്. തീർച്ചയായും ഇസ്ലാമിൻ്റെ പക്ഷത്തു നിന്നുള്ള ഒരു പണ്ഡിതൻ ഇവിടെ വിഷയം അവതരിപ്പിക്കുമ്പോൾ മറ്റു ദർശനങ്ങളെയും മതവിഷയങ്ങളെയും കൈകാര്യം ചെയ്താൽ അത് ശരിയാണോ അല്ലയോ എന്ന് പറയാൻ തക്ക പണ്ഡിതന്മാർ ഉണ്ടാകണം. അങ്ങനെ ഒരു മാനദണ്ഡമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബഹ്റൈനിലെ ക്രൈസ്തവ ഹൈന്ദവ പണ്ഡിതന്മാരെ ഞങ്ങൾ കാണുകയും ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴാഴ്ച അവർ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അറിയിച്ചിട്ടുള്ളത്. പങ്കെടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അന്തർസ് ഗാർഡിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ ഹൈന്ദവ ക്രൈസ്തവ പക്ഷത്തു നിന്നുള്ള പണ്ഡിതന്മാർ പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ആ വിവരം അറിയിക്കുന്നു. ജോസിന് പണ്ഡിതന്മാരെ പങ്കെടുപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അൽഫുർഖാൻ സെന്റർ സമ്പൂർണ്ണമായി അവസരമൊതുക്കും. ഇത് ഒരുപാട് സമയം ദീർഘിക്കുന്നുണ്ട്. ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ സംശയങ്ങളുടെ മർമ്മത്തിലേക്ക് കടന്നു വരിക, ചിന്തിക്കാനും പഠിക്കാനും ഒക്കെയുള്ള വ്യത്യസ്തങ്ങളായ സൗകര്യങ്ങളുണ്ട്. ഒന്നും കാര്യങ്ങൾ മനസ്സിലാകാത്ത ആളുകളുടെ മുമ്പിലേക്ക് വെറുതെ അങ്ങ് അവതരിപ്പിക്കുക എന്നുള്ള വിഡ്ഢിത്തമൊന്നും ഉണ്ടാവുകയില്ല എന്ന് കരുതുന്നു. അതുകൊണ്ട് ചോദ്യത്തിന്റെ മർമ്മം മാത്രം വളരെ വേഗം പറയണമെന്ന് വിനീതമായി ഈ സദസ്സിന് കൂടി വേണ്ടി. ചോദ്യമായിട്ടൊന്നുമില്ല, അത് വിശദീകരണമാണോ? ചോദ്യകർത്താക്കളായ ആളുകൾക്ക് നിങ്ങൾ എനിക്ക് അവസരം തരുന്നില്ലല്ലോ. നിങ്ങൾ എനിക്ക് അവസരം തരുന്നില്ല.
ഇതാ ചോദ്യത്തിനുള്ള അവസരമാണ്, ചോദിച്ചോളൂ. അല്ല, ചോദ്യത്തിന് അവിടെ പ്രശസ്തി. വിവാദത്തിന് അവസരം. അൽഫുർഖാൻ സെന്ററുമായി ബന്ധപ്പെടുക താങ്കൾ തയ്യാറാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യം. അല്ല, പുള്ളി ചോദ്യമില്ലെങ്കിൽ അടുത്ത ആൾക്ക് വിട്ടുകൊടുക്കും. പ്രിയ സഹോദരൻ മറ്റൊരു കാര്യം പറഞ്ഞു, ഞാൻ ചോദിച്ചല്ലേ, ഇതാരും ചോദിച്ചേക്കാം. വിവാഹം കഴിക്കരുത് എന്ന് പൗലൂസ് പറഞ്ഞു. പൗലൂസ് എങ്ങും പറഞ്ഞിട്ടില്ല. അത് അധ്യായങ്ങൾ പലതും വായിച്ചു കഴിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം തന്നെ പുള്ളി പറഞ്ഞ് ലൈംഗികതയിലുള്ള ക്ഷീണം. ലൈംഗികതയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല എടുപ്പാണ് ഇപ്പം ലൈംഗികതയ്ക്ക്. എൻ്റെ ഭാര്യയ്ക്ക് എടുപ്പില്ല. അതിന് ഞാൻ പോയി കാമസൂത്രം വായിക്കണം എന്നല്ല ബൈബിൾ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. മുട്ടയിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ്. അതിന് മറ്റൊരു ഉത്തരം ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ പഠിച്ചിരിക്കുന്ന മറുപടി ആഗ്രഹിക്കുന്ന വിഷയം എന്താണ് അത് വ്യക്തമാക്കുക. അല്ല, എനിക്ക് ചോദ്യമൊന്നുമില്ല. കാരണം ചോദ്യം ചോദിച്ച് ഫുൾ ആകാനായിട്ട് എനിക്ക് ആഗ്രഹം. ചോദ്യമില്ലെങ്കിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി വന്നു കഴിഞ്ഞാൽ ആ മറുപടി പറയാൻ അവസരം കിട്ടണം. ഉപചോദ്യത്തിന് അവസരം തരും. സുഹൃത്തിന് ചോദ്യമില്ലാത്ത സ്ഥിതിക്ക് ഉത്തരവില്ല. ഇവിടെ നിച്ചിനെ സംബന്ധിച്ചിടത്തോളം നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രോഗ്രാമുകൾ കാണാത്തവരല്ല എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ നമ്മുടെ കേസറ്റുകളിലുണ്ട്. കേരളത്തിലെ പ്രഗത്ഭരായ ഹൈന്ദവ ക്രൈസ്തവ പണ്ഡിതന്മാരെ വേദിയിലേക്ക് ക്ഷണിച്ചു വരുത്തി അവരുടെ വാഹനത്തിന് വരാനുള്ള കൂലി കൊടുത്ത് ആ രൂപത്തിൽ സ്റ്റേജിലേക്ക് വരുത്തി എല്ലാ രീതിയിലും വളരെ സൗഹാർദ്ദത്തോടുകൂടി സ്നേഹത്തോടുകൂടി തന്നെ അവരുമായി ഇത്തരം വിഷയങ്ങൾ തുറന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് നിച്ചിൻ്റെ പ്രവർത്തകന്മാർ. സുഹൃത്ത് പറഞ്ഞ രീതിയിൽ ഒളിച്ചോടുന്ന യാതൊരു പ്രശ്നവുമില്ല. കാരണം ഈ ആദർശത്തിൻ്റെ മഹിമ കൊണ്ട്, ഈ ആദർശം പ്രോജ്വലമാണ് എന്നുള്ള പൂർണ്ണമായ ബോധ്യം കൊണ്ട്. എന്നാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹ്റൈനിലെ ഈ സാഹചര്യത്തിലും ഈ രൂപത്തിലുള്ള മതചർച്ചകൾക്ക് ഇതിൻ്റെ അൽഫുർഖാൻ സെന്റർ സന്നദ്ധരാണ് എന്നറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുഹൃത്ത് എവിടെയും പിടിക്കാതെയുള്ള നീണ്ട വർത്തമാനങ്ങൾക്ക് പ്രസക്തിയില്ല. വർത്തമാനങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല. സുഹൃത്ത് പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ കഴിയുമെങ്കിൽ പൗലോസ് പറഞ്ഞതിനും ഒരു തെറ്റുമില്ലല്ലോ. വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പൗലോസ് പറഞ്ഞതായി ഞാൻ വെറുതെ പറയല്ല ചെയ്തത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനത്തിൽ സുഹൃത്ത് വായിക്കുന്ന സത്യവേദ പുസ്തകത്തിൽ പറയുന്ന വചനമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. എന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ലൈംഗിക ദാഹം ശമിപ്പിക്കുവാൻ സാധ്യമല്ല എന്നതുകൊണ്ട് അങ്ങനെ ശമിപ്പിക്കേണ്ടവർ വിവാഹിതരാകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കഴിയുമെങ്കിൽ എന്നെപ്പോലെ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് ഞാൻ ഉപദേശിക്കുന്നു. ഇത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാമത്തെ അധ്യായത്തിലെ 1 മുതൽക്കുള്ള വചനങ്ങളിലാണ്. വായിച്ചു നോക്കിയാൽ മതി. ഇത് ഇല്ല എന്ന് പറയണമെങ്കിൽ സുഹൃത്ത് ബൈബിൾ പുസ്തകം എടുത്ത് കൊണ്ടുവരണം. കൊണ്ടുവന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു വചനം തന്നെ ഇല്ല എന്ന് സ്ഥാപിക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ എനിക്കറിവില്ല എന്നും ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്നും പൂർണ്ണമായി യാതൊരു മടിയുമില്ലാതെ ഈ സമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ ഒരു പ്രയാസമില്ല, പ്രശ്നമില്ല. പക്ഷേ ഇവിടെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന ബോധ്യത്തോടു കൂടി കാര്യങ്ങളെ സമീപിക്കുക. ഇതാരെയും തോൽപ്പിക്കാനോ ആരെയും ജയിപ്പിക്കാനോ വേണ്ടിയുള്ള പരിപാടിയല്ല. ഞാനത് പറയുമ്പോൾ പോലും ജോസിനത് കേൾക്കാനുള്ള മാനസികാവസ്ഥ പോലുമില്ല. അദ്ദേഹം ഇങ്ങനെ അവിടെ കിടന്ന് തിരിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സുഹൃത്ത് അവിടെ ഇരിക്കുക. ഇത് അൽഫുർഖാൻ സെന്ററിന്റെ കൺട്രോളിലുള്ള പ്രോഗ്രാമാണ്. സുഹൃത്ത് അവിടെ ഇരിക്കുക, പറഞ്ഞത് കേട്ടിട്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സുഹൃത്തിന് ഇസ്ലാമിനെ വിമർശിക്കുവാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യപ്പെട്ട് യാതൊരു സംശയവുമില്ല. പക്ഷേ ആ വിമർശനങ്ങൾ വസ്തുനിഷ്ഠമാകണം. ഇവിടെ പറഞ്ഞതുപോലെ സൂറത്തുൻ നിസാ, പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായമായ സൂറത്തുൻ നിസാ, അത് പൂർണ്ണമായിട്ടുള്ള അറബി പരിശുദ്ധ ഖുർആനാണിത്. ഇതേപോലെ ഇതിന്റെ പരിശുദ്ധ ഖുർആന്റെ മലയാളത്തിലുള്ള പരിഭാഷ നിങ്ങൾക്ക് പുറത്ത് വാങ്ങാൻ കിട്ടും. സൂറത്തുൻ നിസാ അതേപോലെ ഇവിടെ വായിക്കുന്നത് ഒരു പ്രയാസമില്ല, ഒരു പ്രശ്നമില്ല, ഒരഭിപ്രായവും മാറ്റി പറയേണ്ടി വരില്ല. എൻ്റെ പ്രസംഗത്തിലെ, എൻ്റെ പ്രഭാഷണത്തിലെ പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരൊറ്റ അഭിപ്രായവും സൂറത്തുൻ നിസാ വായിച്ചാൽ മാറ്റി പറയേണ്ടി വരില്ല.
പക്ഷേ സുഹൃത്ത് പറഞ്ഞ പ്രാർത്ഥന കൊണ്ട് ലൈംഗികത മാറ്റും എന്നുള്ള വിഷയത്തിൽ അഭിപ്രായം ചിലപ്പോൾ മാറ്റി പറയേണ്ടി വന്നേക്കും. കാരണം ബൈബിൾ പഴയ നിയമത്തിൽ പറയുന്ന വിശുദ്ധ പുരുഷന്മാരെല്ലാവരും പലരും ആ ബൈബിൾ പഴയ നിയമപ്രകാരം വളരെ വലിയ തോന്നിവാസികളാണ്. പൗലോസ് പറയുന്ന വിശുദ്ധ പുരുഷൻ എന്ന് പറയുന്ന നീതിമാൻ എന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്ന ലോത്ത് കള്ളുകുടിച്ച് മത്തനായി സ്വന്തം പുത്രിമാരുമായി ശയിച്ച വ്യക്തിയാണ്. ഈ ശയിച്ച വ്യക്തിയെയാണ് വിശുദ്ധ പൗലോസ് തന്റെ പുതിയ നിയമത്തിലെ ലേഖനത്തിൽ നീതിമാനായിരുന്നു ഈ ലോത്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ ദൈവിക മാർഗദർശനത്തിലൂടെ ലോകത്തെ നയിക്കുവാൻ വേണ്ടി കടന്നു വന്ന ആദ്യത്തെ മനുഷ്യനായി ബൈബിൾ പരിചയപ്പെടുത്തുന്ന നോഹ തന്നെയാണ് ബൈബിൾ പ്രകാരം ആദ്യമായി ഭൂമിയിൽ മദ്യമുണ്ടാക്കിയതും ആ മദ്യം കുടിച്ച് മത്തനായി തുണിയുരിഞ്ഞു പോയതും ആ തുണിയുരിഞ്ഞിട്ട് സ്വന്തം മക്കൾ രണ്ടുപേരും വന്ന് തുണിയുടുത്തു കൊടുത്തതുമായ കഥകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേപോലെ ഒരുപാട് ദാവീദിന്റെ പുത്രനാണ് എന്ന വിഷയത്തിൽ അഭിമാനിക്കണമെന്നാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ച് സുവിശേഷങ്ങളിൽ മുഴുവൻ സുവിശേഷ രചയിതാക്കൾ സൂചിപ്പിച്ചിട്ടുള്ളത്. യേശു ദാവീദിന്റെ പുത്രനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് പരിശ്രമിച്ചിട്ടുള്ളത്. ദാവീദിനെ കുറിച്ച് ബൈബിളിലെ ശാമുവേലിന്റെ 2-ാം പുസ്തകം പഠിപ്പിക്കുന്ന കഥ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. വളരെ മോശമായി തനിക്ക് തന്റെ മട്ടുപ്പാവിലിരുന്ന് സ്ത്രീകൾ കുളിക്കുന്ന കുളിമുറിയിലേക്ക് നോക്കുകയും അവിടെ വെച്ച് സ്ത്രീ സൗന്ദര്യം കണ്ട് മത്തനാവുകയും അവിടെ നിന്ന് ആ സ്ത്രീയെ വരുത്തുകയും അവളുമായി ശയിക്കുകയും അവൾ ഗർഭിണിയാണ് എന്നറിഞ്ഞ് അവളുടെ ഭർത്താവിനെ ആ വീട്ടിലേക്ക് സ്വന്തം പുത്രന്റെ പിതൃത്വം അവളുടെ യഥാർത്ഥ ഭർത്താവിൽ കെട്ടിവെക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ആ ശ്രമം പരാജയപ്പെട്ടപ്പോ ചതിച്ചു കൊല്ലുകയും ചെയ്യുന്ന ദാവീദിനെയാണ് നമ്മൾ കാണുക. ഇതേപോലെ തന്നെയാണ് പലരുടെയും സ്ഥിതി. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ രൂപത്തിൽ ദൈവത്വവുമായി അടുത്തവർ എന്ന് സൂചിപ്പിക്കുന്ന ആളുകളുടെ മുഴുവനും അവസ്ഥയതാണ് ബൈബിൾ പ്രകാരം. അതുകൊണ്ട് വെറും പ്രാർത്ഥന എന്നല്ല, ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കുമുള്ള മാനവികമായ ധാർമ്മികമായ മാർഗനിർദ്ദേശം പരിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. സുഹൃത്ത് പറഞ്ഞതുപോലെ കള്ളുകുടിയനും വ്യഭിചാരിയും എല്ലാ രൂപത്തിലുമുള്ള തിന്മകളുടെ ആളുമായിരുന്ന സുഹൃത്ത് ബൈബിളിന്റെ വീക്ഷണം ബൈബിൾ വായിച്ച് ബൈബിൾ പഠിച്ച് ബൈബിൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതെല്ലാം ഒഴിവാക്കി എന്നാണെങ്കിൽ നല്ലത് തന്നെ. അങ്ങനെ ഒഴിവാക്കുന്ന പലതുമായും പല വീക്ഷണങ്ങളുമായും മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. പക്ഷേ ബൈബിളിന്റെ ധാർമ്മികത സ്വീകരിച്ച ഒരാൾക്ക് ഇതൊന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം സുഹൃത്ത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. യേശു ക്രിസ്തു പോലും കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റി ജനങ്ങൾക്ക് കൊടുത്ത് അത് ആ ജനങ്ങൾ മത്തുപിടിപ്പിച്ച കഥ വിവരിക്കുന്നതിന് ഔദുബില്ല മുസ്ലിങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ കഥ വിവരിക്കുന്നത് സുഹൃത്തിനെ നന്നാക്കിയ ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ്. അപ്പോ ഈ യേശു കല്യാണ വിരുന്നിൽ വെച്ച് പച്ചവെള്ളം വീഞ്ഞാക്കിയെങ്കിൽ അത് ജനങ്ങൾക്ക് കൊടുത്ത് മത്തുപിടിപ്പിച്ചുവെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് മദ്യവിൽപ്പന നടത്തിക്കൂടാ എന്ന് അബ്കാരികൾ ചോദിക്കുമ്പോൾ സഭക്ക് മൗനം പാലിക്കുകയല്ലാതെ നിവൃത്തിയില്ലാതായി തീർന്നു. അതുകൊണ്ട് ധാർമ്മികതയുടെ വിഷയത്തിൽ കൃത്യമായ മാർഗദർശനം പരിശുദ്ധ ഖുർആൻ നൽകുന്നു എന്നുള്ളതാണ് സത്യം. ധാർമ്മികതയുടെ വിഷയത്തിൽ വ്യക്തമായ കൃത്യമായ ആദർശനിഷ്ഠമായ അതോടൊപ്പം തന്നെ ആത്മീയതയിൽ അധിഷ്ഠിതമായ മാർഗദർശനം നൽകുന്നു. പക്ഷേ മനുഷ്യരുടെ അടിസ്ഥാനപരമായ വികാരങ്ങളോട് മനുഷ്യരുടെ അടിസ്ഥാനപരമായ ജൈവികമായ ആവശ്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നില്ല ഇസ്ലാം. അത് ഭക്ഷണം ആവശ്യമായതുപോലെ വസ്ത്രം ആവശ്യമായതുപോലെ പാനീയം ആവശ്യമായതുപോലെ മനുഷ്യർക്ക് അനിവാര്യമായി ഒരു ജൈവികമായ ആവശ്യമാണ് ലൈംഗികത. ആ ലൈംഗികത എന്ന ജൈവികമായ ആവശ്യത്തെ മനുഷ്യ പ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ നിർവചിക്കുകയും ആ മനുഷ്യ പ്രകൃതിക്ക് അനുസൃതമായ രൂപത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയുമാണ് ഇസ്ലാം ചെയ്തത്. കേവല പ്രാർത്ഥനയിലൂടെ എല്ലാം പരിഹരിക്കാമെങ്കിൽ, എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കേവല പ്രാർത്ഥനയാണെങ്കിൽ വിവാഹം തന്നെ ആവശ്യമില്ലായിരുന്നു. അതേപോലെ തന്നെ മറ്റ് പൗലോസ് പറഞ്ഞതുപോലെ വിവാഹത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു നിൽക്കുക എന്ന നന്മ ചെയ്യാൻ എല്ലാവരും സന്നദ്ധരായാൽ മതിയായിരുന്നു. എന്നാൽ വിവാഹം അനിവാര്യമാണെങ്കിൽ
അതിന് കാരണം ലൈംഗികതയാണെങ്കിൽ അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ, സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കുമുള്ള ധാർമ്മികമായ നിയമനിർദ്ദേശങ്ങൾ അനിവാര്യമാണെങ്കിൽ അവിടെയെല്ലാം മാനവികമായ തികച്ചും ധാർമ്മികമായ ഒരവസ്ഥ സംജാതമാകണം. ആ അവസ്ഥയ്ക്ക് വേണ്ടി ഇസ്ലാം കൃത്യമായ നിയമങ്ങൾ ആവിഷ്കരിക്കുന്നു. വ്യക്തമായി യേശു പറഞ്ഞതായി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. ഇത് ഞാൻ പറഞ്ഞ് യേശു പറഞ്ഞിട്ടില്ല, അങ്ങനൊന്നും ബൈബിളിലില്ല എന്ന് സുഹൃത്ത് പറയാതിരിക്കുക. ബൈബിൾ വേണമെങ്കിൽ എഴുതി വെക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനത്തിൽ യേശു പറഞ്ഞു, എന്താ, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ ആസക്തിയോടുകൂടി നോക്കുന്നവൻ അവന്റെ ഹൃദയത്തിൽ വ്യഭിചരിച്ചിരിക്കുന്നു എന്നാണ്. സ്ത്രീയെ ആസക്തിയോടുകൂടി നോക്കാൻ പാടില്ല എന്ന് യേശുക്രിസ്തു പഠിപ്പിക്കാൻ അവിടെ. സ്ത്രീയെ അന്യ സ്ത്രീകളെ ആസക്തിയോടുകൂടി നോക്കാൻ പാടില്ല എന്ന് ക്രിസ്തു യേശു കൃത്യമായി പഠിപ്പിച്ചു. പക്ഷേ ആ ആസക്തിയോടുകൂടി നോക്കുന്ന ഒരവസ്ഥാവിശേഷം, നോക്കപ്പെടുന്ന ഒരവസ്ഥാവിശേഷം ചുറ്റുപാടും സംജാതമാക്കിയിട്ട് അവൾ ആസക്തിയോടുകൂടി നോക്കരുത് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പുരുഷ ലൈംഗികതയെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാവുന്ന കാര്യമാണത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ചു, പെണ്ണിനോട് അവളുടെ വസ്ത്രധാരണം കൃത്യമായി ദൈവിക മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിലാകണം. പുരുഷന് ആ ആസക്തിയോടുകൂടിയുള്ള പുരുഷന്റെ നോട്ടം, അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടത് പെണ്ണാണ് എന്നുള്ളത് കൊണ്ട് അവളോട് അവളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന രീതിയിൽ വസ്ത്രം പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. വസ്ത്രധാരണം ചെയ്യരുത് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ രംഗത്ത് നല്ല വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത്, മാന്യമായ വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത് എന്ന് ക്രൈസ്തവ പണ്ഡിതന്മാർ തന്നെ പറയാറുണ്ട്. ഡോക്ടർ ആനി പുന്നൻ എന്ന് പറയുന്ന ക്രൈസ്തവ ഗ്രന്ഥകാരി സെക്സ്, വിവാഹം, ഒരു ക്രിസ്തീയ സമീപനം എന്ന പുസ്തകത്തിൽ അവർ പറയുന്നു, പിന്നെ മാന്യമായ വസ്ത്രം സ്വീകരിക്കണം. പുരുഷന്മാരുടെ മനസ്സിൽ ലൈംഗികമായ ഉത്തേജനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നവരെ ദൈവം നരകത്തിലിടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് ആനി പുന്നൻ പറയാണ്. ആ ആനി പുണ്യന് പക്ഷേ എന്താണ് മാന്യമായ വസ്ത്രധാരണം എന്ന് പറയാൻ സാധിക്കുന്നില്ല. ഓരോരുത്തർക്കും തോന്നുന്ന രൂപത്തിലുള്ള മാന്യ വസ്ത്രധാരണം എന്നാണ് ഉത്തരമെങ്കിൽ ഒരാൾക്കും വളരെ പ്രൊവോക്കേറ്റീവായ, വളരെ മനസ്സിൽ കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രേരണയുണ്ടാക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച ആളുകളുടെയും അഭിപ്രായം അവർ ധരിച്ച വസ്ത്രധാരണ രീതി വളരെ മാന്യമാണ് എന്നാണ്. എന്നാൽ ഇസ്ലാം ആ രംഗത്ത് കൃത്യമായി പഠിപ്പിച്ചു, ഇന്ന രീതിയിൽ വസ്ത്രം ധരിക്കണം. അങ്ങനെ ഓരോ രംഗത്തും, ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്, ഓരോ രംഗത്തും കേവല ഉപദേശങ്ങളും കേവല പ്രാർത്ഥനകളും മാത്രമല്ല, പ്രാർത്ഥന വേണം, ഉപദേശം വേണം, ആത്മീയമായ പൂർണ്ണമായ സംസ്കരണം വേണം, അതോടൊപ്പം തന്നെ ഭൗതികമായ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയും വേണം. അങ്ങനെ ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കി അതോടൊപ്പം ആത്മീയമായ ഉത്കർഷ്ട നൽകുകയും ചെയ്തു. ഇതാണ് ഇസ്ലാം ചെയ്തത്. ഇസ്ലാമിക നിയമ വ്യവസ്ഥ ചെയ്യുന്നത് അതാണ്. അതുകൊണ്ട് സുഹൃത്ത് ജോസിനോട് വിഷയങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കാൻ തയ്യാറാവുക. അതല്ലാതെ വൈകാരികമായി കാര്യങ്ങളെ സമീപിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല. വൈകാരികമായി കാര്യങ്ങളെ സമീപിച്ച് നമുക്ക് എന്ത് നേട്ടമാണ് കിട്ടാനുള്ളത്? സുഹൃത്ത് മദ്യപാനം ഉപേക്ഷിച്ച്, വ്യഭിചാരം ഉപേക്ഷിച്ച് ഇവിടെ നന്നായി ജീവിച്ചു, അതിനോട് മരണപ്പെട്ടു. മരണാനന്തര ജീവിതത്തിൽ ഇതിനേക്കാളെല്ലാം വലിയൊരു തെറ്റ് ചെയ്തുകൊണ്ടാണ് സുഹൃത്ത് ചെല്ലുന്നതെങ്കിൽ അവിടെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. സുഹൃത്ത് ചെയ്യുന്ന തെറ്റ് യേശു ക്രിസ്തു തെറ്റ് എന്ന് പറഞ്ഞ ഒരു മഹാ തെറ്റാണ്. ആ തെറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. അത് മറ്റൊന്നുമല്ല, യേശുവിനെ തന്നെ ദൈവമായി ആരാധിച്ച് അദ്ദേഹത്തെ ദൈവമാക്കുക എന്ന, അദ്ദേഹത്തെ ത്രിദൈവങ്ങളിൽ ഒരാളാക്കുക എന്ന തെറ്റ് യേശു പഠിപ്പിച്ച മഹാപാപമാണ്. യേശു പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് അവന്റെ രാജ്യമായ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അന്നാളിൽ പലരും വന്ന് എന്നോട് പറയും, മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്, അന്നാളിൽ പലരും വന്ന് എന്നോട് പറയും, ഞങ്ങൾ നിന്റെ പേരിൽ അത്ഭുതം പ്രവർത്തിച്ചില്ലയോ, ഞങ്ങൾ നിന്റെ പേരിൽ ഭൂതങ്ങളെ പുറത്താക്കിയില്ലയോ, ഞങ്ങൾ നിന്റെ പേരിൽ പലരുടെയും തലയിൽ കൈവച്ച് രോഗങ്ങൾ സുഖപ്പെടുത്തിയില്ലയോ? അപ്പോൾ ഞാൻ പറയും, ദുഷ്ടന്മാരെ, എന്നിൽ നിന്ന് അകന്നു പോവുക, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് യേശു പറയുന്നതായി ഞാൻ
എൻ്റെ കേവല വർത്തമാനം പറയല്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 21, 22 വചനങ്ങൾ വായിച്ചു നോക്കുക. അതുകൊണ്ട് യേശുവിന്റെ പിന്നിൽ കർത്താവേ കർത്താവേ എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം എന്നാണ്. അവിടെ കർമ്മം വേണം, ചെയ്യണം. ആ കർമ്മം എവിടെ? ആ കർമ്മമാണ് നമുക്ക് പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും കാണാൻ കഴിയുക. അതല്ലാതെ യേശുവിന്റെ പേരിൽ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ടല്ലോ, ഈ വിശ്വാസം സ്വീകരിച്ച് ഞാൻ മദ്യത്തൊന്നും തോന്നിവാസങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച്, അത്ഭുതങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ദുഷ്ടന്മാരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോ, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്ന് ക്രിസ്തു യേശു പറയുമെന്നാണ് ബൈബിൾ രേഖപ്പെടുത്തുന്നത്. ഖുർആനിൽ ഇതേ കാര്യം ഏകദേശമായ ഖുർആനിൽ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ അവസാനത്തെ വചനങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കേവല വൈകാരികത കടിമപ്പെടാതിരിക്കുക, വിഷയങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുക. ഞാനും നിങ്ങളും എല്ലാവരും മരണപ്പെട്ട് പടച്ച തമ്പുരാന്റെ കോടതിയിലേക്ക് പോകാനുള്ളവരാണ്. അവിടെ വെച്ച് ഞാനും നിങ്ങളും ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ കേവല വികാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ആ ചോദ്യത്തിന് മുന്നിൽ പടച്ച തമ്പുരാൻ കോടതിയിൽ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കണം. അതിന് ദൈവിക മാർഗദർശനം അനുധാവനം ചെയ്യണം. സുഹൃത്തുനിന്ന് ഖുർആൻ പഠിക്കുക, മനസ്സിലാക്കുക, അറിയാൻ ശ്രമിക്കുക, എന്നിട്ട് സുഹൃത്ത് വിമർശിക്കുക എന്ന് മാത്രമേ ആ കാര്യത്തിൽ സുഹൃത്തിനോട് വിനീതമായി ഒരു സഹോദരൻ എന്നുള്ള നിലക്ക് നിർദ്ദേശിക്കുവാനുള്ളൂ. എൻ്റെ പേര് അബ്ദുൾ റസാഖ്, കാഞ്ഞിപ്പുഴ. എൻ്റെ ചോദ്യം, എല്ലാ മനുഷ്യ സമൂഹത്തിലേക്കും പ്രവാചകന്മാർ വരികയും ആ പ്രവാചകന്മാരുടെ നിർദ്ദേശമനുസരിച്ച് ജീവിക്കുകയും ഇന്ന് നിലവിലുള്ള ജനസമൂഹത്തിനും പ്രവാചകന്മാർ നിലവിലുണ്ട് എന്ന് കരുതുന്നു. മുസ്ലിങ്ങളുടെ ധാരണയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എല്ലാവരും അംഗീകരിക്കുന്നത്, മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഭാരതത്തിൽ നിലനിൽക്കുന്ന ഇന്നത്തെ 4 ഗ്രന്ഥങ്ങളും അതിൻ്റെ ഉപഗ്രന്ഥങ്ങളും നിലനിൽക്കുന്നു. അതുപോലെ ക്രൈസ്തവ മതത്തിലും ബൈബിളും നിലനിൽക്കുന്നു. ഈ ഗ്രന്ഥങ്ങൾ നിലവിൽ നിലനിൽക്കെ ഒരു പ്രവാചകൻ കടന്നു വന്നത് ആ മതഗ്രന്ഥങ്ങളിൽ അത് സൂചന കൊടുത്തിട്ടുണ്ടോ? ഭാരതത്തിലെ വേദഗ്രന്ഥങ്ങളിലോ അതല്ല ക്രൈസ്തവ വേദഗ്രന്ഥങ്ങളിലോ പ്രവാചകന്റെ ആഗമനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും മുൻകൂട്ടി ധാരണയോ സൂചനയോ വന്നിട്ടുണ്ടോ? അക്ബർ സാഹിബ് ഉത്തരം പറഞ്ഞു. സഹോദരൻ അബ്ദുൾ റസാഖിന്റെ ചോദ്യം, ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭാരതത്തിലേക്കും ഇസ്രായേൽ സമൂഹത്തിലേക്കുമെല്ലാം പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടാകണം. ഭാരതീയ ഗ്രന്ഥങ്ങളിലോ അതല്ലെങ്കിൽ ബൈബിളിലോ എല്ലാം വരാനിരിക്കുന്ന ഇതേപോലെയുള്ളൊരു പ്രവാചകനെ കുറിച്ച വല്ല സൂചനകളോ മുന്നറിയിപ്പുകളോ സുവിശേഷങ്ങളോ ഉണ്ടോ? യഥാർത്ഥത്തിൽ നമുക്ക് വേദഗ്രന്ഥങ്ങളിലൂടെ പരിശോധിക്കുമ്പോൾ അത് ഭാരതീയമായിരുന്നാലും അതല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഗ്രന്ഥങ്ങളിലൂടെയായിരുന്നാലും, അതുമല്ല ചൈനയിലും പേർഷ്യയിലും എല്ലാമുള്ള ഗ്രന്ഥങ്ങളിലൂടെയെല്ലാം കടന്നു പോയാലും നമ്മൾ അവിടെയെല്ലാം കാണുന്നൊരു കാര്യമുണ്ട്. വരാനിരിക്കുന്നൊരു മഹാപുരുഷനെക്കുറിച്ചുള്ള സങ്കല്പം എല്ലാ മതസമൂഹങ്ങളിലും കാണാൻ കഴിയും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇസ്രായേൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരടിസ്ഥാനപരമായ ഗ്രന്ഥമായി വിശ്വസിക്കുന്ന തോറയിൽ പഞ്ചപുസ്തകമാണ് തോറ എന്നാണ് അവരുടെ വിശ്വാസം. ബൈബിളിലെ പഴയ നിയമത്തിൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ പുറപ്പാട്, ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ലേവ്യ, ആവർത്തനം തുടങ്ങിയ 5 പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങളിൽ മോശെ പ്രവാചകനോട് ദൈവം തമ്പുരാൻ നൽകിയൊരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം എന്താണ്? നിന്നെപ്പോലൊരു പ്രവാചകനെ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഉയർപ്പി
ഞാൻ അവർക്കായി നൽകും. അവനിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവൻ്റെ നാവിൽ നിവേശിപ്പിക്കും. അവൻ ദൈവനാമത്തിൽ സംസാരിക്കും. അവൻ്റെ വാക്കുകൾ കേൾക്കാത്തവരോട് ഞാൻ കണക്ക് ചോദിക്കും. സൃഷ്ടാവായ തമ്പുരാൻ യഹോവ കർത്താവായ തമ്പുരാൻ പറയുന്നതായ ആവർത്തന പുസ്തകത്തിലെ 18-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനത്തിലുള്ളതാണ്. ഇത് പ്രകാരം യഹൂദന്മാർ ആ പ്രവാചകൻ, മോശയെപ്പോലുള്ള പ്രവാചകൻ ആര് എന്ന ചോദ്യവുമായി, അന്വേഷണവുമായി കടന്നുപോയി. അപ്പോൾ മോശയെപ്പോലുള്ളൊരു പ്രവാചകൻ, കടന്നു വരാനുള്ള പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ ആഗമനം പ്രതീക്ഷിക്കുകയായിരുന്നു യഹൂദന്മാർ. ഓരോ പ്രവാചകന്മാർ വന്നപ്പോൾ യഹൂദന്മാർ ചോദിച്ചു, താങ്കൾ ആ പ്രവാചകനാണോ എന്ന്. നമുക്ക് കാണാൻ കഴിയും, യേശുവിന് തൊട്ടു മുൻപ് വന്ന യോഹന്നാൻ സ്നാപകൻ വന്നപ്പോൾ യഹൂദ റബ്ബിമാർ ചെന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചത്, യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 18 മുതൽക്കുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? യോഹന്നാൻ സ്നാപകനോട് ചോദിക്കുന്നു, താങ്കൾ ക്രിസ്തുവാണോ? അതല്ല ഏലിയ പ്രവാചകനാണോ? അതല്ല ആ പ്രവാചകനാണോ? വരാനിരിക്കുന്നതായി യഹൂദന്മാർ മനസ്സിലാക്കിയിരുന്ന പ്രവാചകനാണോ താങ്കൾ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിനെല്ലാം അദ്ദേഹം നൽകുന്ന മറുപടി അല്ല 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 എന്നാണ്. ഏതായിരുന്നാലും മോശയുടെ ആവർത്തന പുസ്തകത്തിൽ മോശയോട് പടച്ച തമ്പുരാൻ പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുള്ള ആ പ്രവാചകന്റെ നിയോഗത്തെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, പ്രതീക്ഷയിലായിരുന്നു യഹൂദ സമുദായം എന്നർത്ഥം. ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും, അതിനുശേഷം ക്രൈസ്തവ സമൂഹത്തിനും അതേ പ്രതീക്ഷ നിലനിന്നതായി. ഈ വരാനിരിക്കുന്ന മോശയെപ്പോലെയുള്ള പ്രവാചകനാണ് താൻ എന്ന് യേശുക്രിസ്തു ഒരിക്കലും അവകാശപ്പെട്ടില്ല. എന്നു മാത്രവുമല്ല, അദ്ദേഹം കടന്നു പോകുമ്പോഴും അദ്ദേഹം ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് കടന്നു പോയത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 7 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ യേശുവിൻ്റെ വചനങ്ങളിലൂടെ ആ പ്രതീക്ഷ നമുക്ക് കാണാൻ കഴിയും. യേശു പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മക്കാണ്. ഞാൻ പോകാഞ്ഞാൽ പെരിക്ലീറ്റസ് നിങ്ങൾക്കടുക്കിലേക്ക് വരില്ല. ആ പെരിക്ലീറ്റസ് വന്നാൽ നിങ്ങളെ സകല സത്യത്തിലും നയിക്കും. അവൻ പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും. അവൻ എന്നെ മഹത്വപ്പെടുത്തും. ഇങ്ങനെയെല്ലാം പറഞ്ഞ് യേശുക്രിസ്തു വരാനിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷ ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് കടന്നുപോയത്. ഇങ്ങനെ നമുക്ക് ഇസ്രായേലി ഗ്രന്ഥങ്ങളിൽ മുഴുവനും വരാനിരിക്കുന്ന ഒരാളെക്കുറിച്ചുള്ള പ്രതീക്ഷ കാണാൻ കഴിയും. ഇതേപോലെ തന്നെ ഭാരതീയ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോയാലും നമുക്ക് വരാനിരിക്കുന്ന ഒരാളെക്കുറിച്ചുള്ള പ്രതീക്ഷ നമുക്ക് നിരന്തരമായി കാണാൻ കഴിയും. നമുക്കറിയാം, ഭാരതത്തിലെ വൈഷ്ണവ മതപ്രകാരം ദശാവതാരങ്ങളാണ്. 10 അവതാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മത്സ്യം, കൂർമ്മം, വരാഹം തുടങ്ങി കൽക്കി വരെയുള്ള അവതാരങ്ങൾ. അതിൽ കൽക്കി ഒഴിച്ചുള്ള അവതാരങ്ങൾ മുഴുവനും അവതരിച്ചു എന്നാണ്. കൽക്കിയാകട്ടെ നിരന്തരമായ ഇരുളിൽ കലിയുഗത്തിൻ്റെ പാരമ്യത്തിൽ കടന്നു വന്നുകൊണ്ട് സായുധമായ സമരം വഴി ലോകത്തെ സത്യത്തിലൂടെ നയിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്ന ഒരു മഹാപുരുഷനായിട്ടാണ് കൽക്കി പുരാണവും വിഷ്ണു പുരാണവും എല്ലാം വിശദീകരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേദസംഹിതകൾ പരിശോധിച്ചാൽ പോലും ഇത്തരം ഒരു വരാനിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച പ്രതീക്ഷ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് അഥർവവേദത്തിലെ കുന്തപ സൂക്തം എന്ന ഒരു സൂക്തമുണ്ട്. ആ സൂക്തത്തിൽ നമുക്ക് ഋഷി പറയുന്നത് തന്നെ ഇദം ജന ഉപശ്രുത ശ്മശ്രുതാരി സദുഷക എന്നാണ്. പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ജനങ്ങളെ സൂക്ഷിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു മഹാവാർത്ത പറയുകയാണ്. നരാശംസ സ്മ വിശ്യതേ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. നരാശംസൻ, അദ്ദേഹം ജനങ്ങളാൽ സ്വീകരിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളായി പറയുന്നതിൽ നമുക്ക് പല കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞ് ഞാൻ വിശദീകരിക്കുന്ന ഒരു ചോദ്യോത്തരത്തിൻ്റെ പരിമിതിയിൽ ഒതുങ്ങുന്നതല്ല, വളരെ വിശദമായ പഠനം ആവശ്യമുള്ളതാണ്. അതേപോലെ തന്നെ ഭാവിയെക്കുറിച്ച് പറയുന്ന പുരാണമുണ്ട്, ഭവിഷ്യൽ പുരാണം. ഭവിഷ്യൽ പുരാണത്തിലെ പ്രതിസർഗ പർവത്തിൽ നമ്മൾ കാണും, ഏതസ്മിന്നൻ ധരേം മ്ലേച്ച ആചാര്യേണ സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖ സമന്വിതം. ആ സമയത്ത് തിന്മകൾ കൂലം കുത്തിയെടുക്കുന്ന സമയത്ത്
വിദേശിയായ ഒരു ആചാര്യൻ, ഭാരതീയനല്ലാത്തൊരു ആചാര്യൻ പ്രത്യക്ഷപ്പെടും മുഹമ്മദ് എന്ന പേരിൽ എന്നെല്ലാം. ഇങ്ങനെ ഇവിടെയെല്ലാം കാണുന്നൊരു പ്രതീക്ഷ, വരാനിരിക്കുന്നൊരു മഹാചാര്യനെ കുറിച്ച പ്രതീക്ഷ, ഒരു പ്രവാചകനെ കുറിച്ച പ്രതീക്ഷ, അത് യഥാർത്ഥത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് കടന്നു വന്ന വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിലൂടെയാണ് ഈ പ്രവചനങ്ങളുടെ മുഴുവനും പൂർത്തീകരണം നടന്നിട്ടുള്ളത്. ലോകത്തെ എല്ലാ മതസമൂഹത്തിലുമുള്ള ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണം, മോശെ പ്രവാചകൻ പറഞ്ഞു, എന്നെപ്പോലൊരു പ്രവാചകനെ അവരുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന്, നിന്നെപ്പോലൊരു പ്രവാചകനെ അവരുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന് ഉയർത്തി ഞാൻ അവർക്കായി നൽകും. മോശയോടുള്ള ദൈവം തമ്പുരാന്റെ വാഗ്ദാനമാണ്. മോശയെപ്പോലെയുള്ള പ്രവാചകൻ. നിങ്ങൾക്ക് കാണാൻ കഴിയും, മോശയുടെ ജീവിതവും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും താരതമ്യം ചെയ്താൽ എല്ലാ അർത്ഥത്തിലും മോശയെപ്പോലെയുള്ള പ്രവാചകൻ എന്ന് പറയപ്പെടാൻ അർഹൻ അദ്ദേഹം മാത്രമാടിയത്. അതേ മാത്രവുമല്ല, അദ്ദേഹം കടന്നു വന്നത് ഇസ്മായേല്യരുടെ സഹോദരന്മാരായ ഇസ്മായേല്യരുടെ ഇടയിൽ നിന്നാണ്. ഇസ്രായേല്യർ ആരാണ്? അബ്രഹാമിന് 2 മക്കളുണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ ആദ്യത്തെ പുത്രൻ ഇസ്മായേൽ, രണ്ടാമത്തെ മകൻ ഇസ്ഹാക്ക്. ഇസ്ഹാക്കിൻ്റെ പുത്രനായ യാക്കോബിൻ്റെ പുത്രന്മാരാണ് ഇസ്രായേല്യർ എന്നറിയപ്പെടുന്നത്. ആ ഇസ്രായേല്യരുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന് വരാനിരിക്കുന്ന പ്രവാചകൻ എന്നാണ് പറഞ്ഞത്. ആ ഇസ്രായേല്യരുടെ സഹോദരന്മാരാണ് ഇസ്മയേലിൻ്റെ മക്കളായ ഇസ്മായേല്യരായ അറബികൾ. അറബികൾക്കിടയിൽ നിന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം. അതേപോലെ തന്നെ യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ പോകാഞ്ഞാൽ പെരിക്ലീറ്റസ് നിങ്ങൾക്കടുക്കലേക്ക് വരില്ല. പാരക്ലിറ്റോസ്, പെരിക്ലീറ്റസ് തുടങ്ങിയ പദപ്രയോഗങ്ങൾ തമ്മിലുള്ള ഒരുപാട് ചർച്ചകളുണ്ട്. ഏതായിരുന്നാലും പെരിക്ലീറ്റസ് എന്ന പദത്തിന് തത്തുല്യമായ അറബി ശബ്ദമാണ് അഹമ്മദ് എന്ന ശബ്ദം. അറബി മാത്രമല്ല, യേശുവിൻ്റെ സംസാര ഭാഷ അരാമിക്കായിരുന്നു. ബൈബിൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഗ്രീക്ക് ഭാഷയിലാണ്. ഗ്രീക്ക് ഭാഷയിൽ പെരിക്ലീറ്റസ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യേശു പെരിക്ലീറ്റസ് എന്നായിരിക്കില്ല പറഞ്ഞിരിക്കുക, കാരണം യേശു സംസാരിച്ചത് ഗ്രീക്ക് ഭാഷയിലല്ല. അപ്പോൾ യേശു പറഞ്ഞത് പാരക്ലിറ്റോസ് എന്നോ അല്ലെങ്കിൽ പെരിക്ലീറ്റസ് എന്നോ അല്ല, മറിച്ച് യേശു അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു. അത് യോഹന്നാന്റെ സുവിശേഷം എഴുതിയ വ്യക്തി തൻ്റേതായ ഗ്രീക്ക് പരിജ്ഞാനം ഉപയോഗിച്ച് അത് പരിഭാഷപ്പെടുത്തി രേഖപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെരിക്ലീറ്റസ് എന്ന ഗ്രീക്ക് പദത്തിന് തത്തുല്യമായ അരാമിക് പദം കൂടിയാണ് അഹമ്മദ് എന്നുള്ള പദം. അരാമിക്കിലും അറബിയിലും ഒരേ പദമാണ് അഹമ്മദ് എന്ന്. അഹമ്മദ് എന്നത് മുഹമ്മദ് നബിയുടെ മറ്റൊരു പേരാണ്. മാത്രമല്ല, അഹമ്മദ്, മുഹമ്മദ് തുടങ്ങിയ പദങ്ങൾ ഒരേ ശബ്ദധാതുവിൽ നിന്നുണ്ടാകുന്നതാണ്. മാത്രവുമല്ല, അദ്ദേഹം കടന്നു വന്നാൽ ലോകത്തെ സകല സത്യത്തിലൂടെയും നയിക്കും. അദ്ദേഹം നീതിയെയും ധർമ്മത്തെയും ന്യായവിധിയെയും കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും. നമുക്ക് കാണാൻ കഴിയും നന്മ തിന്മകളെക്കുറിച്ചുള്ള കൃത്യമായ വ്യവച്ഛേദം. എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന്, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്ന്, എന്താണ് നീതി, എന്താണ് അനീതി എന്ന് കൃത്യമായി വിവരിക്കപ്പെട്ടിട്ടുള്ള, ഇന്ന് നിലനിൽക്കുന്ന മനുഷ്യരുടെ കരവിരുതുകളിൽ നിന്ന് മുക്തമായ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതിൻ്റെ പ്രായോഗിക ജീവിത മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്തൊക്കെയാണ് മനുഷ്യർ നേരിടുന്ന തിന്മകളെന്നും എന്തൊക്കെയാണ് മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട നന്മകളെന്നും വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തു പ്രവചിച്ച പ്രവാചകന്റെ നിയോഗമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നടന്നത് എന്നർത്ഥം. ഇതേപോലെ ബൈബിൾ പഴയ നിയമത്തിൽ ഒരുപാട് പ്രവചനങ്ങളുണ്ട്. വളരെ വിശദമായുള്ള സംസാരം ഇപ്പോൾ അസാധ്യമാണ്. ബൈബിളിൽ പ്രവചിക്കപ്പെട്ട പ്രവാചകൻ എന്നൊരു പുസ്തകം തന്നെ ഈ വിഷയകമായി നിച്ച് ഓഫ് ട്രൂത്ത് പുറത്തിറക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വേദസംഹിതകളിൽ തന്നെ അഥർവവേദത്തിലെ കുന്തഭ സൂക്തത്തിൽ നമ്മൾ കാണുന്ന നരാശംസനെക്കുറിച്ച പരാമർശങ്ങൾ. നരാശംസ എന്ന സംസ്കൃത ശബ്ദം തന്നെ ജനങ്ങളാൽ ആശംസിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. മുഹമ്മദ് എന്ന ശബ്ദത്തിന് തത്തുല്യമായ സംസ്കൃത ശബ്ദമാണ് നരാശംസൻ എന്നാണ് ഈ വിഷയകമായി ഗവേഷണം നടത്തിയ പണ്ഡിതന്മാർ വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒട്ടകവുമായുള്ള ബന്ധം അവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒട്ടകത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സഞ്ചാരമെന്ന് കാണാൻ കഴിയും. ഭാരതത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് ബ്രാഹ്മണന്മാർക്ക് ഒട്ടക സഞ്ചാരം നിഷിദ്ധമായിരുന്നു എന്ന് നമുക്ക് മനുസ്മൃതി പരിശോധിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ ഒട്ടകവുമായി ബന്ധപ്പെട്ട, ഒട്ടകത്തെ സഞ്ചരിച്ചിരുന്ന, ജനങ്ങളാൽ ആശംസിക്കപ്പെട്ട ഒരു മഹാപ്രവാചകനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട്
അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച പ്രവചനങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഭാവിയെക്കുറിച്ച് പറയുന്ന ഭവിഷ്യൽ പുരാണത്തിൽ േച്ചാചാര്യേണ സമന്വിത മഹാമതായിരിക്കാതെ അറബിയിൽ തന്നെ മഹാമതി എന്ന് പ്രയോഗിച്ചതിൽ നിന്ന് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച പരാമർശപാട് അത് എന്ന് അഭിഷേകമായി പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കൽക്കി പുരാണത്തിലും വിഷ്ണു പുരാണത്തിലും പറയുന്ന കൽക്കിയുമായി ബന്ധപ്പെട്ട ചില സ്വഭാവ സവിശേഷതകൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ചരിത്രവുമായി യോജിച്ചു വരുന്നു എന്നതുകൊണ്ട് ആ കൽക്കിയെ കുറിച്ചുള്ള പ്രവചനങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നും അഭിഷേകമായി ഗവേഷണം ചെയ്ത പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ലോകത്തെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ സുവാർത്ത അറിയിച്ച മഹാപ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്ക് വേദഗ്രന്ഥങ്ങളിലൂടെ പരിശോധിച്ചാൽ കാണാൻ കഴിയും. പേരാദിൽ, സ്ഥലം കായംകുളം. താങ്കൾ ഇവിടെ പറഞ്ഞതിൽ ദൈവിക വെളിപാടാണോ യോഹന്നാൻ ഉണ്ടായത് അതോ പൈശാചിക വെളിപാടാണോ എന്നറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ദൈവിക വെളിപാടും പൈശാചിക വെളിപാടും വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താണ്? അതുമാത്രമല്ല, ക്രൈസ്തവ സഹോദരന്മാർ ഒരുപാട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് യേശുവിനെ കണ്ടു എന്നും യേശു എന്ന് തൊട്ടപ്പോൾ അസുഖം മാറിയെന്നും ഒക്കെ പല മീഡിയകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു. പൈശാചിക വെളിപാടും ദൈവിക വെളിപാടും മനസ്സിലാക്കാനുള്ള മാർഗമെന്ത്? പലരും യേശു എന്നെ വന്ന് കണ്ടു, തൊട്ടു, അസുഖം മാറി എന്നെല്ലാം പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ എന്താ മാർഗം? മനസ്സിലാക്കാനുള്ള മാർഗം യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർഗം തേടി പ്രയാസപ്പെടേണ്ടതില്ല. യേശു പറഞ്ഞ മാർഗം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 21-22 വചനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടു. എന്താ പറഞ്ഞത്? എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ അവൻ്റെ രാജ്യമായ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അന്നാളിൽ പലരും എൻ്റെ അടുക്കൽ വന്ന് പറയും, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയില്ലയോ, അസുഖങ്ങൾ സുഖപ്പെടുത്തിയില്ലയോ, അത്ഭുത വൃത്തികൾ പ്രവർത്തിച്ചില്ലയോ, വീര്യ കാര്യങ്ങൾ ചെയ്തില്ലയോ? അപ്പോൾ ഞാൻ പറയും, പിശാചുക്കളെ നിങ്ങൾ എന്നിൽ നിന്ന് പോ, പിശാചുക്കളെ നിങ്ങൾ എന്നിൽ നിന്ന് പോ, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. യേശു പറയുന്നു. എന്നിട്ട് യേശു പറയുന്നു, നിങ്ങളൊരു ഉദാഹരണം കേൾക്കുക. ആ ഉദാഹരണം അദ്ദേഹം പറയാണ്. എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഒരു വീട് പണിതു. അത് പാറമേലായിരുന്നു, നല്ല അടിത്തറയിലായിരുന്നു. പാറമേൽ വീട് പണിതു, അതിന് കാറ്റടിച്ചു, പേമാരിയുണ്ടായി. പക്ഷെ ആ വീടിനൊന്നും സംഭവിച്ചില്ല, കാരണം ശക്തമായ അടിത്തറയിലായിരുന്നു ആ വീട്. എന്നാൽ മറ്റൊരാൾ വീട് പണിതു, അത് കേവലം മണൽത്തിട്ടയിലായിരുന്നു. അത് കാറ്റടിച്ചു, വീട് സുന്ദരമായിരുന്നു, പക്ഷെ കാറ്റടിച്ചു, പേമാരി വന്നു, അത് പൊളിഞ്ഞു, നാശമായി പോയി. ഇതേപോലെയാണ് പ്രമാണങ്ങളിൽ വിശ്വാസത്തെ സ്ഥാപിച്ചവർ. പ്രമാണങ്ങളിലാണ് വിശ്വാസത്തെ സ്ഥാപിക്കേണ്ടത്. യേശു പഠിപ്പിക്കുന്നത് അതാണ്. യേശു പഠിപ്പിച്ച പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണോ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന ആളുകളെന്ന് പരിശോധിക്കുക. യേശു പറഞ്ഞു, ആ യേശു പറഞ്ഞതിന് അനുകൂലമായിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? അതല്ലേ? അല്ലെങ്കിൽ അത് എത്ര വലിയ അത്ഭുത വൃത്തികളോ വീര്യവൃത്തികളോ അവകാശപ്പെട്ടാലും അത് യേശു പറയുന്നത് പരലോകത്ത് വെച്ച് അദ്ദേഹം അവരെ നിഷേധിക്കുന്നതാണ്. ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ പോ എന്ന് പറഞ്ഞ് ആട്ടിയകറ്റും എന്നാണ് യേശു ക്രിസ്തു പറയുന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാം. ഇന്നും മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 21 മുതൽക്കുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ മതി. ആ പ്രമാണങ്ങൾ യേശു പഠിപ്പിച്ചത് എന്ത്? ഈ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈ ആളുകൾ എന്ത് പറയുന്നു? ഇതാണ് നമ്മൾ പരിശോധനാ വിധേയമാക്കേണ്ടത്. യേശു പഠിപ്പിച്ചത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ യേശു പറഞ്ഞു, എന്താ? നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കുക. യേശു പറഞ്ഞത് കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കാൻ. എന്ത് വലിയ പ്രവർത്തനം ചെയ്യുന്നയാളും അതല്ലാതെ മറ്റാരെയെങ്കിലും ആരാധിക്കാൻ പറയുന്നുണ്ടോ? എങ്കിൽ അവർ പ്രമാണങ്ങളിലല്ല അവരുടെ ആശയം സ്ഥാപിച്ചിട്ടുള്ളത്. യേശു പഠിപ്പിച്ചു,
ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. യേശു പഠിപ്പിച്ചതായി മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. 29-30 വചനങ്ങളിൽ എന്താ? നമ്മുടെ ദൈവമായ യേശു അടക്കമുള്ള ആളുകളുടെ മുഴുവനും ദൈവമായ കർത്താവ് ഏക കർത്താവ്. യേശു പഠിപ്പിച്ചത് ഏക കർത്താവ്. ആ യേശു ഈ വീര്യപ്രവർത്തികൾ ചെയ്യുന്നവർ ഏക കർത്താവിനെ കുറിച്ചാണോ അതല്ല ത്രിയേക കർത്താവിനെ കുറിച്ചാണോ പറയുന്നത്? പരിശോധിക്കുക. ഇങ്ങനെ പ്രമാണങ്ങൾ പ്രകാരം കാര്യങ്ങൾ മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ എന്താണോ പ്രവാചകന്മാർ പഠിപ്പിച്ചത് എന്ന് പ്രമാണനിബദ്ധമായി കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഏതാണ് പൈശാചികം, ഏതാണ് ദൈവികം. വെളിപാട് പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, വെളിപാട് പുസ്തകം യേശുവിൻ്റെ വചനങ്ങളല്ല, മറിച്ച് വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് എന്തും പറയാം. അയാൾക്ക് ചിലപ്പോൾ അയാളുടെ ബോധമണ്ഡലത്തിൽ ഉദിഞ്ഞതാകാം. യേശുവിനെ സംബന്ധിച്ച് അതല്ല. യേശുവിന് ദിവ്യമായ വെളിപാടുകൾ ഉണ്ടായിരുന്നു എന്നത് കൃത്യമായി തെളിയിക്കപ്പെട്ടതാണ്. അത് കൃത്യമായി തെളിയിക്കപ്പെട്ടതാണ്. ലോകത്തിൻ്റെ മുന്നിൽ പരസ്യ ശുശ്രൂഷകളിലൂടെ അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തതാണ്. ആ ഓരോ പ്രവാചകന്മാരും അങ്ങനെ തന്നെ. ആ കാലഘട്ടത്തിൽ അവർക്കുള്ള വെളിപാടുകളെ പരിശോധിക്കാൻ അവകാശം ഉണ്ടായിരുന്നു. എന്നാൽ ഒരാൾ പറയാണ്, എനിക്കിന്ന് വെളിപാടുണ്ടായി, എന്നിൽ ഇന്ന് യേശു പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു, എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പ്രമാണമാവില്ല, അത് തെളിവാവില്ല. കാരണം എന്താണ്? അതിന് യാതൊരു തെളിവില്ല. ഒരാൾക്ക് വ്യക്തിപരമായി അയാൾക്ക് ചിലപ്പോൾ തോന്നിയാൽ തന്നെ ചിലപ്പോൾ അത് അസുഖം കൊണ്ടാകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാകാം, അതല്ലെങ്കിൽ പല രൂപങ്ങളിലാകാം. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ഒരാളുടെ വെളിപാട് തെളിവായി എടുക്കാൻ സാധ്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് ചിലപ്പോൾ വ്യക്തിപരമായ അസുഖം കൊണ്ടുണ്ടായതാകാം, അതല്ലെങ്കിൽ ദൈവികമാകാം. ദൈവികമല്ല എന്ന് നമ്മൾക്ക് പറയേണ്ടതില്ല, ദൈവികമാകാം, അതല്ലെങ്കിൽ പൈശാചികമാകാം. പക്ഷെ എന്തായിരുന്നാലും തെളിവായി എടുക്കാൻ പ്രവാചകന്മാർക്കുണ്ടായ വെളിപാട് മാത്രമേ സാധ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ യോഹന്നാനുണ്ടായ ഒരു വെളിപാടല്ല ഉള്ളത്, 3 വെളിപാടുണ്ട്. 2 വെളിപാടും പുറത്താക്കിയതാണ്. 2 വെളിപാടും ബൈബിള് പുസ്തകങ്ങൾ ക്രോഡീകരിച്ച ആളുകൾ ഒഴിവാക്കിയതാണ്. ഒരു വെളിപാട് പുസ്തകം മാത്രമാണ് എടുത്തിട്ടുള്ളത്. കാരണം ബാക്കി 2 വെളിപാടിലും വിശ്വാസയോഗ്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്നത്തെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു കൂട്ടിയ പല കാര്യങ്ങളും ഈ ബൈബിൾ പുസ്തകങ്ങൾ ക്രോഡീകരിക്കുന്ന കാലമായപ്പോഴേക്ക് തന്നെ അവിശ്വസനീയമായി അനുഭവപ്പെട്ടതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു പുസ്തകം മാത്രം എടുത്തത്. ആ ഒരു പുസ്തകത്തെക്കുറിച്ച് തന്നെ ആംഗ്ലിക്കൻ ചർച്ചിനെ പോലെയുള്ള ചർച്ചകളിൽ ഈ അടുത്ത കാലം വരെ അത് എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ തർക്കം നിലനിൽക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു തെളിവായി എടുക്കാൻ സാധ്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ അടുത്തടുത്തുള്ള 2 വിശുദ്ധ ഗ്രന്ഥങ്ങളും ഒരു പ്രവാചകനെ അല്ലെങ്കിൽ ഇനിയും ഒരു ദൈവിക മതത്തിൻ്റെ പൂർത്തീകരണത്തിനായി കടന്നു വരുമെന്ന് പറയുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ, അതായത് ക്രൈസ്തവർ അങ്ങനെയുള്ള വിശുദ്ധ ഗ്രന്ഥം പ്രസ്താവിക്കുന്നത് പോലെ ഇനിയൊരു ദൈവിക മതത്തിൻ്റെ പൂർത്തീകരണത്തിനായി യേശുദേവൻ ഇനിയും ഭൂലോകത്ത് അവതരിപ്പിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള യേശുദേവൻ പറഞ്ഞ ആ കർത്താവ് പിതാവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിശുദ്ധ യേശുദേവനെ കാത്ത് ഇരിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ ഇനി വില പോകുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്കയിലാണെങ്കിൽ അവർക്കുള്ള മോശപ്രാപ്തി എങ്ങനെയായിരിക്കും ലഭിക്കുന്നത്? ചോദ്യം, യേശുക്രിസ്തു വരാനിരിക്കുന്ന ഒരു പൂർത്തീകരണത്തിന് വേണ്ടി കടന്നു വരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം യേശു പഠിപ്പിച്ച പിതാവിനെ പ്രാർത്ഥിക്കുകയും വരാനിരിക്കുന്ന യേശുവിനെ പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ചാൽ അയാളുടെ സ്ഥിതി എന്തായിരിക്കും എന്നാണ്. യേശുവിൻ്റെ ഭാഷയിൽ തന്നെ സംസാരിക്കണമല്ലോ നാം. യേശു നമ്മളോട് പറഞ്ഞത് നിത്യജീവനെക്കുറിച്ചാണ്. എങ്ങനെയാണ് നിത്യജീവൻ നേടേണ്ടത് എന്ന സക്കായി എന്ന് പറയുന്ന ഒരു ധനികന്റെ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടി മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 18 മുതൽക്കുള്ള വചനങ്ങളിൽ കാണാം. നീ കൽപ്പനകൾ പ്രമാണിക്കുക എന്ന്.
നീ കൽപ്പനകൾ പ്രമാണിക്കുക. അപ്പൊ അടിസ്ഥാനപരമായി ഒരു ഇസ്രായേലിയന്റെ മോക്ഷത്തിന്റെ മാർഗം കൽപ്പനകൾ പ്രമാണിക്കുകയായിരുന്നു. അഥവാ മോശെ പ്രവാചകൻ അവതരിപ്പിച്ച് ലഭിച്ചിട്ടുള്ള ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ അതേപോലെ അനുസരിക്കുകയായിരുന്നു ഇസ്രായേലിയരുടെ മോക്ഷത്തിന്റെ മാർഗം. യേശു നിയോഗിക്കപ്പെട്ടത് ഇസ്രായേൽ സമൂഹത്തിലേക്കാണല്ലോ. അതല്ലാതെ യേശു ക്രിസ്തു ഒരിക്കലും എന്നെ ആരാധിക്കുക എന്നോ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നോ പഠിപ്പിച്ചില്ല. അതിനുശേഷം യേശു ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ പറഞ്ഞ കാര്യമാണ്, ഞാൻ പലതും എനിക്ക് പറയാൻ ബാക്കിയുണ്ട്, എന്നാൽ അത് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. വരാനിരിക്കുന്ന പ്രവാചകൻ പാരക്ലിറ്റോസ് വന്നാൽ നിങ്ങളെ സകല സത്യത്തിലൂടെയും നയിക്കും. അവൻ ലോകത്തെ പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ബോധ്യപ്പെടുത്തും. അവൻ എന്നെ മഹത്വപ്പെടുത്തും. അവൻ കേൾക്കുന്നതൊക്കെയും അവൻ പറയും, അവൻ കേൾക്കാത്തതൊന്നും അവൻ പറയില്ല. ഇത് യേശുക്രിസ്തു വരാനിരിക്കുന്ന ലോകത്തിന് മുഴുവനുമായി കടന്നു വരാനിരിക്കുന്ന ഒരു മഹാപ്രവാചകനെ കുറിച്ച് പറഞ്ഞു തരാണ്. യേശു പഠിപ്പിക്കുകയാണ്, അവൻ വന്നാൽ ലോകത്തെ പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ബോധ്യപ്പെടുത്തും. ആരാണ് ലോകത്തെ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയത്? നിങ്ങൾ പരിശോധിച്ചാൽ മതി. യേശുവിന് ശേഷം ജീവിതത്തിൻ്റെ ഓരോ രംഗത്തും എന്താണ് പാപം, എന്താണ് പുണ്യമെന്ന് വ്യക്തമായി പഠിപ്പിച്ചത് ആരാണ്? സുഹൃത്ത് പറഞ്ഞ പോലെ യേശുവിൻ്റെ ആഗമനത്തെ മാത്രം കാത്തിരുന്ന് യേശു പറഞ്ഞ പോലെ ദൈവത്തെ ആരാധിക്കുക, പിതാവിനെ ആരാധിക്കുക എന്ന് വിചാരിക്കുക. എങ്ങനെ ആരാധിക്കും? യേശു പഠിപ്പിച്ചത് അതേ രൂപത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? ബൈബിളിൽ ഇന്ന് 4 സുവിശേഷങ്ങളും ഒരു അപ്പോസ്തല പ്രവർത്തികളും ഒരുപാട് ലേഖനങ്ങളുമാണുള്ളത്. അതിൽ 4 സുവിശേഷങ്ങൾ യേശു പഠിപ്പിച്ച അതേ പാത 100% പിൻപറ്റുന്ന സുവിശേഷങ്ങളാണോ? ഇന്നിപ്പോ ഡാവിഞ്ചി കോഡ് എന്ന നോവലിന്റെയും സിനിമന്റെയും ആധാരത്തിൽ അത്തരം വിഷയങ്ങൾ ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. വീണ്ടും എന്താ അവസ്ഥ? യേശുവിന് ശേഷം 100ഓളം സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു എന്നും അതിന് 4 മാത്രമാണ് അവശേഷിച്ചത് എന്നും ബാക്കിയുള്ളവ കരിച്ചു കളയുകയാണ് ചെയ്തത് എന്നുമാണ് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നത്. 20 സുവിശേഷങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ ആ സുവിശേഷങ്ങളുടെ ലിസ്റ്റ് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സഭ കരിച്ചു കളഞ്ഞ സുവിശേഷങ്ങൾ. അപ്പൊ യേശു എങ്ങനെ ആരാധന പഠിപ്പിച്ചു, യേശു എങ്ങനെ ജീവിതത്തിന്റെ ഓരോ രംഗത്തെയും കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചു നമുക്കൊന്നും അറിയില്ല. പിന്നെ എങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യും? യേശു പറഞ്ഞതാ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് അവൻ്റെ രാജ്യമായ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനം. അപ്പോൾ സ്വർഗസ്ഥനായ ദൈവം തമ്പുരാന്റെ ഇഷ്ടം ചെയ്യണം. ദൈവത്തിന്റെ ഇഷ്ടം അറിയണമെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് 100% ഉറപ്പുള്ള വെളിപാട് നമുക്ക് വേണം, നമ്മുടെ മുന്നിൽ ഉണ്ടാകണം. യേശുവിൻ്റെതായി പറയപ്പെടുന്ന വചനങ്ങൾ, ഈ 4 സുവിശേഷങ്ങളിലും കൂടിയുള്ള വചനങ്ങൾ ഒന്നിച്ച് നമ്മൾ ക്രോഡീകരിച്ചാൽ ഒരു മനോരമ പത്രത്തിലെ അത്ര ഉണ്ടാവും മാക്സിമം. യേശുവിൻ്റെ ജീവിതത്തിനടുത്തത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? തീർച്ചയായും അല്ല. യേശുവിൻ്റെ കുറിച്ച് യോഹന്നാൻ തന്നെ പറയുന്നത് എന്താണ്? കുറച്ച് കാര്യം ഞാൻ എഴുതിയിട്ടുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ ബാക്കിയുണ്ട്. അല്ലെ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കണം യേശുവിൻ്റെ ജീവിതകാലത്തിനകത്ത് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇന്ന് ഉപലബ്ധമല്ല. അവിടെയാണ് എല്ലാ സത്യത്തിലൂടെയും നയിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രവചനം പ്രസക്തമാകുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താ? ലോകത്തെ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. പാപം എന്ത് എന്ന് ഓരോ വിഷയത്തിലും, പാപം എന്ത്, പുണ്യം എന്ത് എന്ന് കൃത്യമായ ബോധ്യം നമുക്ക് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുമോ?
കിട്ടുമോ നാം പരിശോധിക്കണം. ഏറ്റവും ചുരുങ്ങിയത് എല്ലാവരും പാപമായി അംഗീകരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പാപമാണ് എന്നെങ്കിലും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയോ? ഇപ്പൊ മദ്യം എല്ലാവരും പറയുന്നു തെറ്റാണ്, പാപമാണ്, അതുകൊണ്ട് നാശമാണ്, എല്ലാം പറയുന്നു. ബൈബിളിൽ 66 പുസ്തകങ്ങൾ അരിച്ചു പെറുക്കിയാൽ മദ്യം തെറ്റാണ് എന്ന് 100% ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു കൽപ്പന കണ്ടെത്താൻ കഴിയുമോ? ലോട്ടറി മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന കാര്യമാണെന്ന് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ഗവൺമെന്റിന്റെ ചൂഷണം ചെയ്യാമോ, ജനങ്ങൾക്ക് ചൂഷണം ചെയ്യാമോ എന്നുള്ള അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഗവൺമെന്റിന് തന്നെ. മനുഷ്യന്റെ ആശയെയും കീശയെയും ഒരേപോലെ ചൂഷണം ചെയ്യുന്ന ഏർപ്പാടാണ് ലോട്ടറി. ഇതിനെക്കുറിച്ച് എന്താണ് ബൈബിളിന് പറയാനുള്ളത്? ഇല്ല. അവിടെയാണ് മുഹമ്മദ് നബി പഠിപ്പിച്ച ആദർശത്തിന്റെ പൂർണ്ണത നമുക്ക് ബോധ്യപ്പെടുന്നത്. പരിശുദ്ധ ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിൽ 50-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അസ്ലാമു വറജ്സാമു റജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. തീർച്ചയായും മദ്യം, ചൂതാട്ടം, ലോട്ടറി, അമ്പുപയോഗിച്ചുള്ള ഭാഗ്യപരീക്ഷണം, പ്രശ്നം വെച്ച് നോക്കൽ, ഇതെല്ലാം തന്നെ പൈശാചികമായ പ്രവർത്തനങ്ങളാകുന്നു. അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. വളരെ വ്യക്തമാണ്. ഓരോ വിഷയത്തിലും പാപമെന്ത് പുണ്യമെന്ത് വ്യക്തമായ മാർഗരേഖ. ഇത് നിങ്ങൾക്ക് ഖുർആനും പ്രവാചക വചനങ്ങളിലും അല്ലാതെ വേറെ എവിടെയും കാണാൻ സാധ്യമല്ല. എല്ലാ പാപത്തെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതാണ്. പാപത്തെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും. പിന്നെയോ നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. എന്താണ് നീതി? എന്താണ് നീതി, എന്താണ് അനീതി എന്നറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നീതി എന്താണ് എന്ന് ലോകത്തിന് പ്രായോഗികമായി കാണിച്ചു കൊടുത്തത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇതിനെന്താ തെളിവ്? നമ്മുടെ രാഷ്ട്രപിതാവ് തന്നെ. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം കിട്ടാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞത് എന്താ? ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ നീതിനിഷ്ഠമായ ഭരണം ഇവിടെ വരണം എന്നാണ്. ചരിത്ര കാലഘട്ടത്തിൽ നീതിയെ പ്രയോഗവൽക്കരിച്ച ഒരാള് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹുവിലാണ്. 100% നീതി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രചോദനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രവാചകനാണ് നീതിയുടെ വിഷയത്തിൽ ലോകത്തിന് എന്താ നീതി എന്ന് പഠിപ്പിച്ചത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു ഭരണീയൻ ഒരു രീതിയും ഭരണക്കാരന് മറ്റൊരു നീതിയും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, പൗരനും രാജാവിനും വെവ്വേറെ നീതികൾ നിലനിന്നിരുന്ന ഒരു കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഭരണാധികാരി, ആ രാജ്യത്തിന്റെ ഭരണാധികാരി, എൻ്റെ മകൾ ഫാത്തിമ കളവ് നടത്തിയാൽ അവളുടെ കൈ ഞാൻ ഛേദിക്കുക തന്നെ ചെയ്യും. നീതി നടപ്പാക്കുന്ന വിഷയത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഇനി ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും. ആരാ ബോധ്യപ്പെടുത്തിയത്? മരണാനന്തര ജീവിതത്തെക്കുറിച്ച്. സഭകൾക്ക് ഇപ്പോഴും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടോ? ഉണ്ടോ? മരിച്ചതിന് ശേഷം ജീവിതമുണ്ട്. അതെങ്ങനെ? ആത്മീയമാണോ ശാരീരികമാണോ? സ്വർഗമുണ്ടോ? സ്വർഗം എങ്ങനെ? സ്വർഗത്തിൽ എങ്ങനെ? നരകമുണ്ടോ? നരകം എങ്ങനെ? നരകത്തിൽ എങ്ങനെ? ഈ വിഷയത്തിലെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പ്രമാണങ്ങളിൽ ബൈബിളിൽ പറയുന്ന ഏതാനും പരാമർശങ്ങളെ പല രൂപത്തിൽ വളച്ചും കോച്ചിയും മിനുക്കും എല്ലാം എടുത്ത് പലരും വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആൻ നോക്കൂ. നിങ്ങൾ ഖുർആനിന്റെ പൂർണ്ണമായി നിങ്ങൾ വായിച്ചാൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവില്ല. ന്യായവിധിയെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു സംശയവും ബാക്കി ഉണ്ടാവില്ല. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞ മഹാപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ യേശുവിന്റെ പാത പിൻപറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ, ദൈവം തമ്പുരാന്റെ ഇഷ്ടം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിത്യജീവൻ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുഹമ്മദ് നബിയുടെ പാത പിൻപറ്റാതെ നിർവാഹമില്ല. യേശു പഠിപ്പിച്ചതാണത്. പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചതാണത്. എന്തുകൊണ്ടെന്നാൽ യേശുവിൻ്റെ മാർഗം നമുക്ക് പിൻപറ്റാമായിരുന്നു. പക്ഷെ ആ മാർഗം ഇന്നും ഉപലബ്ധമല്ല. ഇന്ന് കളങ്കരഹിതമായ യേശുവിൻ്റെ മാർഗം നമുക്ക് ലഭ്യമല്ല. എന്നാൽ അവസാനത്തെ പ്രവാചകൻ യേശു ക്രിസ്തു അടക്കം മുന്നറിയിപ്പ് നൽകിയ സന്തോഷ വാർത്ത അറിയിച്ച അന്തിമ പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ ജീവിതമിത നമ്മുടെ മുന്നിൽ സുന്ദരമായി രേഖപ്പെടുത്തപ്പെട്ട് തുറന്നു കിടക്കുന്നു.
നമുക്ക് പരിശോധിക്കാം, ആ ജീവിതത്തെ അനുധാവനം ചെയ്യാം, അദ്ദേഹം പഠിപ്പിച്ച ആശയങ്ങൾ സ്വീകരിക്കാം. അതിലാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് കാണാൻ കഴിയുക. അതല്ലാതെ ഒരാൾ കേവലം ഞാൻ ഏകദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഏകദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ദൈവത്തിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ആരാധിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ഏകദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം. അതിനെല്ലാ രംഗത്തും പാലിക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ എവിടെ കിട്ടും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പരിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നും മാത്രമാണ്. അതേ നമുക്ക് ഇന്ന് നിലനിൽക്കുന്ന ഉത്തരമായി നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അത് പരിശോധിക്കുക എന്ന് മാത്രമാണ് എൻ്റെ സുഹൃത്തിനോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. പേര് ജോൺസൺ, കണിയാപുരം. ഇപ്പം ഈ പറഞ്ഞതിന് തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്നു ക്രിസ്തു മുഹമ്മദ് നബിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന്. അതായത് അടുത്ത വരവിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു അന്ത്യപ്രവാചകനെ കുറിച്ച്. ക്രിസ്തു ജീവിച്ചിരുന്നതായിട്ട് അതിന് അസ്തിത്വമില്ല എന്ന് ഇവിടെ രണ്ടാമത്തെ ഒരു സഹോദരൻ ചോദിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നതായിട്ട് കാണുന്നില്ല. കാരണം നിങ്ങളുടെയും എൻ്റെയും വീട്ടിൽ ഇന്ന് കാണുന്ന കലണ്ടർ AD ക്രിസ്തു വർഷത്തെക്കുറിച്ച് കാണിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ലോകം ഇത് അംഗീകരിച്ചതായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ട് ക്രിസ്തു ജീവിച്ചിരുന്നില്ല, അതിന് അസ്തിത്വമില്ല എന്ന് പറയുന്നു? അതേസമയം ക്രിസ്തു നബിയെക്കുറിച്ചാണ് ഇനി ഒരു സഹായകൻ വരുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാനോ എൻ്റെ സഹോദരങ്ങളോ, ഞാൻ വേറെ ആരെയോ അല്ല ഉൾപ്പെടുത്തുന്നത്, അങ്ങനെ ഒരു തെളിവും അതിനില്ല. അതിന് എന്തെങ്കിലും ഒരു കാര്യമായിട്ടൊന്ന് പറഞ്ഞു തരാമോ? ജ്യേഷ്ഠ സഹോദരൻ ജോൺസന്റെ ചോദ്യത്തിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, ക്രിസ്തുവിൻ്റെ അസ്തിത്വം തന്നെ ഇല്ല എന്ന് ഞാൻ നിഷേധിച്ചു എങ്കിൽ നമ്മളെ വീട്ടിലെല്ലാം തൂങ്ങുന്ന കലണ്ടർ അതിൽ AD BC എന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ ലോകം അംഗീകരിച്ചു എന്നുള്ളതിന് തെളിവല്ലേ എന്നാണ്. തീർച്ചയായും ഞാൻ യേശുവിൻ്റെ അസ്തിത്വം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. സുഹൃത്ത് തെറ്റിദ്ധരിച്ചതാണ്. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് യേശു ക്രിസ്തു ജീവിച്ചിരുന്നിട്ടുണ്ട് എന്ന്. ഖുർആൻ്റെ ഒരു അനുയായിയായ എന്നെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ നിഷേധിക്കുന്നതോടുകൂടി ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. തീർച്ചയായും എനിക്കെങ്ങനെ യേശുവിനെ നിഷേധിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞ ഭൗതികവാദികൾ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്നു. അവിടെ ഭൗതികവാദികളുടെ നിഷേധത്തിനെതിരെയുള്ള ചരിത്രപരമായ തെളിവ് നൽകാൻ ചരിത്രത്തിന്റെ പൂർണ്ണ വെളിച്ചത്തിൽ ജീവിച്ച വ്യക്തിയല്ല ക്രിസ്തു എന്നാ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾക്ക് നിരവധി പുസ്തകങ്ങൾ കിട്ടും. മലയാളത്തിൽ തന്നെയുള്ള, ഞാൻ പറഞ്ഞു, എടമറകിന്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നുള്ള പുസ്തകം. അതല്ലെങ്കിൽ ജീസസ് മിത്ത് മാൻ ഓർ ഗോഡ് എന്ന് പറഞ്ഞ പുസ്തകം. ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ചരിത്രപരമായി, ചരിത്രത്തിന്റെ നിഷ്കൃഷ്ടമായ അളവുകോലുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ അസ്തിത്വം തെളിയിക്കാൻ സാധ്യമല്ല എന്നാണ്. അപ്പോഴാണ് കലണ്ടറിന്റെ പ്രശ്നം വരുന്നത്. അറിയാമോ, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ജൂലിയൻ കലണ്ടർ ജൂലിയസ് സീസറുടെ കാലത്തുണ്ടായതാണ്. അതല്ലാതെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതമായിട്ട് അതിനൊരു ബന്ധമല്ല. യേശു ക്രിസ്തുവിൻ്റെ ജീവിതമായിട്ട് ബന്ധമുണ്ടാകിയിരുന്നെങ്കിൽ AD 0 യേശു ക്രിസ്തു ജനിക്കേണ്ടിയിരുന്നത്, അല്ലേ? AD 0 ആയിരുന്നു, അല്ലെങ്കിൽ AD 1 യേശു ജനിക്കേണ്ടിയിരുന്നത്. യേശുവിൻ്റെ ജനനം BC AD 6 എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലാണ്. എന്താ കാരണം? യേശുവിൻ്റെ ജനനവുമായി അല്ലെങ്കിൽ യേശു എന്ന വിശ്വാസവുമായി ജൂലിയൻ കലണ്ടറിനെ പിൽക്കാലഘട്ടത്തിൽ ബന്ധപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇത് കലണ്ടറിന്റെ ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ഈ കലണ്ടർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമായിട്ട് നമുക്ക് ഭൗതികവാദികളോട് പിടിച്ചേക്കാൻ പറ്റില്ല. എന്നാൽ യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നൊരിക്കലും എനിക്ക് അഭിപ്രായമില്ല. യേശു ജീവിച്ചിരുന്നു എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി ജീവിച്ചിരുന്നു എന്നത് എത്രത്തോളം സത്യമാണോ അത്രത്തോളം തന്നെ യേശു ക്രിസ്തു ജീവിച്ചിരുന്നു എന്നത് സത്യമാണെന്ന് ഖുർആനിൽ നിന്ന് പഠിക്കുന്ന ആളാണ് ഈ ഉള്ളവൻ. ഖുർആൻ യേശുവിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അസ്തിത്വത്തെ സ്ഥാപിക്കുകയും യേശു മഹാനായ പ്രവാചകനായിരുന്നു എന്ന് ആണയിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തെറ്റിദ്ധാരണയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഭൗതികവാദികൾക്ക് അങ്ങനെ ഒരു വാദമുണ്ട്. ആ വാദത്തെ നിഷേധിക്കാൻ നമ്മുടെ അടുത്ത് ചരിത്രത്തിന്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെളിവുകളില്ല. ആകെ നമുക്ക് അവതരിപ്പിക്കാനുള്ളത് യേശുവിൻ്റെ കാലത്തിന് AD
60 എഴുതപ്പെട്ടു എന്ന് പറയുന്ന ജോസിഫസിന്റെ ഏതാനും രേഖകളാണ്. പക്ഷെ ആ ജോസിഫസിന്റെ രേഖകളിൽ പിൽക്കാലഘട്ടത്തിൽ ക്രൈസ്തവർ കൈകടത്തലുകൾ നടത്തിയതാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് യുക്തിവാദികൾ പലപ്പോഴും എഴുതാറുണ്ട്. അതിനൊന്നും കൃത്യമായ മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയാറില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും അടക്കമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി യേശു മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. ഉണ്ട് എന്ന് ഞാൻ പറയുന്നത് വെറുതെയല്ല, കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ യോഹന്നാൻ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ 7 മുതൽ 14 വരെയുള്ള വചനങ്ങൾ ഞാനിവിടെ ഉദ്ധരിച്ചു. ഇത് ഉദ്ധരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. യേശു പറയുന്നത് ആദ്യം എന്താ? ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മക്കാണ്. ഞാൻ പോകാഞ്ഞാൽ സഹായകൻ നിങ്ങൾക്കടുക്കിലേക്ക് വരില്ല. സുഹൃത്ത് ഉപയോഗിക്കുന്ന ബൈബിൾ പ്രകാരം സഹായകൻ എന്നാണ്. എന്നാൽ KCBCയുടെ ബൈബിൾ പ്രകാരം സഹായകൻ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം പെന്തക്കോസ്തുകാർ പ്രൊട്ടസ്റ്റന്റുകാർ ഉപയോഗിക്കുന്ന ബൈബിളിൽ കാര്യസ്ഥൻ മലയാളത്തിൽ. ഏതായാലും ഞാൻ പോകാഞ്ഞാൽ സഹായകൻ നിങ്ങൾക്കടുക്കിലേക്ക് വരില്ല. അപ്പൊ ഒന്നാമത് നമ്മൾക്ക് മനസ്സിലാകാം, യേശു പോയതിന് ശേഷം മാത്രം വരുന്ന ഒരാളാണിത്. ക്രൈസ്തവർ ഒന്നടങ്കം പറയാ ഏതാ? പരിശുദ്ധാത്മാവാണ് ഈ സഹായകൻ. പരിശുദ്ധാത്മാവ് ലൂക്കോസിന്റെ സുവിശേഷം 1ഉം 2ഉം അധ്യായങ്ങളൊന്ന് സുഹൃത്ത് വായിച്ചു നോക്കുക. പരിശുദ്ധാത്മാവ് എലിസബത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് സക്കരിയാവിനോടൊപ്പം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് യോഹന്നാൻ സ്നാപകനോടൊപ്പം ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു സ്നാപനമേൽക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അദ്ദേഹത്തിലേക്ക് ഇറങ്ങി വന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് യേശു പോയതിനു ശേഷം വരുന്ന ആളാണോ? തീർച്ചയായും അല്ല, മുമ്പേയുള്ള ആളാണ്. ഒന്ന്. രണ്ടാമതായി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ കാര്യസ്ഥനോ സഹായകനോ ഒന്നുമല്ല. ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുള്ള, ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞ കംഫർട്ടർ എന്നാണ് ഒരു സ്ഥലത്ത്, ഹെൽപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നുമല്ല. പിന്നെ എന്താ യേശു ക്രിസ്തു പറഞ്ഞത്? അത് നമുക്കൊക്കെ അറിയൂല. കാരണം എന്താ? യേശുവിന്റെ വചനങ്ങൾ യോഹന്നാൻ ഗ്രീക്ക് ഭാഷയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രീക്ക് ഭാഷയിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്, നമ്മൾ സഹായകൻ എന്ന് പരിഭാഷപ്പെടുത്തുന്ന ഭാഗത്തുള്ളത് പാരക്ലിറ്റോസ് എന്നാണ്. പാരക്ലിറ്റോസ് എന്നാണ് യേശു പറഞ്ഞത്. അല്ല, യേശുവിന്റെ ഭാഷ ഗ്രീക്കല്ലല്ലോ, അരാമിക്കല്ലേ. അപ്പൊ യേശു അരാമിക്കിൽ എന്തോ പറഞ്ഞു. അത് യേശുവിന് ശേഷം 70 വർഷങ്ങൾക്ക് ശേഷം യോഹന്നാൻ എഴുതിയപ്പോൾ പാരക്ലിറ്റോസ് എന്ന് എഴുതി. അതാ മനസ്സിലാക്കാൻ നിർവാഹമുള്ളൂ. അപ്പൊ യേശു എന്താണ് അരാമിക്കിൽ പറഞ്ഞത് അത് നമുക്ക് അറിയൂല. അപ്പൊ നമ്മൾ യേശു എന്താണ് അരാമിക്കിൽ പറഞ്ഞത് എന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. യോഹന്നാൻ എങ്ങനെയാണ് അറിഞ്ഞത്? യേശുവിൽ നിന്ന് കേട്ടവരെ കേട്ടതാണ് യോഹന്നാൻ. യേശുവിൽ നിന്ന് ആരോ കേട്ടു, അവര് ഗ്രീക്കിൽ പരിഭാഷപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അരാമിക്കിലോ യോഹന്നാന് പറഞ്ഞു കൊടുത്തു, യോഹന്നാൻ എഴുതി. വ്യക്തമാണ് കാര്യം. അപ്പോ പാരക്ലിറ്റോസ് എന്ന പദത്തിന് തുല്യമായ എന്തോ ശബ്ദമായിരിക്കണം യേശു ഉപയോഗിച്ചത്. തീർച്ചയായും പാരക്ലിറ്റോസ് എന്നതൊരു സവിശേഷമായ പദമാണ്. ബൈബിളിൽ വേറെ എവിടെയും സൂചിപ്പിച്ചിട്ടില്ലാത്ത, പരാമർശിച്ചിട്ടില്ലാത്തൊരു പദമാണ്. പരിശുദ്ധാത്മാവ് എന്ന് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഈ പാരക്ലിറ്റോസ് അത് നമ്മൾ പദപരമായ വിശ്ലേഷണത്തിന് വിധേയമാക്കുമ്പോൾ പാരക്ലിറ്റോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അതേ ശബ്ദ സാദൃശ്യമുള്ള പദമാണ് പെരിക്ലീറ്റസ് എന്നുള്ള പദം. പാരക്ലിറ്റോസ്, പെരിക്ലീറ്റസ് രണ്ടും ഒരേപോലെയാണ്. ആരോ പറഞ്ഞു കൊടുത്തിട്ട് യോഹന്നാൻ എഴുതിയതാണ് നമുക്കറിയാം. അത് യോഹന്നാൻ എഴുതുന്നത് യേശുവിന് ശേഷം 70 വർഷങ്ങളെങ്കിലും കഴിഞ്ഞിട്ടാണെന്നും നമുക്കറിയാം. പെരിക്ലീറ്റസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ നേരെ അരാമിക് ട്രാൻസ്ലേഷൻ അഹമ്മദ് എന്നാണ്. അഹമ്മദ് എന്നാണ്. ഈ അഹമ്മദിന്റെ അറബിയിലും അഹമ്മദ് തന്നെയാണ്. പരിശുദ്ധ ഖുർആനിലെ ശ്രദ്ധേയമായൊരു വചനമുണ്ട്. അത്ഭുതകരമാണ് ഖുർആന്റെ സ്ഥിതി. ഖുർആനിലെ വചനം ഇങ്ങനെയാണ്: വൈദ ഖാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. യേശു ക്രിസ്തു പറഞ്ഞ സന്ദർഭം നിങ്ങൾ ആലോചിക്കുക.
യേശു ക്രിസ്തു പറഞ്ഞ സന്ദർഭം എന്താ? ഞാൻ ഇസ്രായേൽ സന്തതികളെ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. എൻ്റെ മുൻപേ ഉള്ള തൗറാത്തിനെ തോറയെ സത്യപ്പെടുത്തുന്നതിന് എനിക്ക് ശേഷം വരാനിരിക്കുന്ന അഹമ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാൻ, സന്തോഷ വാർത്ത അറിയിക്കാൻ. മുഹമ്മദ് നബിയുടെ മറ്റൊരു പേരാണ് അഹമ്മദ്. ഇവിടെ നിങ്ങൾ നോക്കുക, പെരിക്ലീറ്റസിന്റെ അരാമിക്ക് നോക്കിയാൽ അഹമ്മദ് തന്നെയാണ്. അത് തന്നെയാണ് അറബിയിലും. അരാമിക്ക്, ഗ്രീക്ക്, ഹീബ്രു, അറബി എല്ലാം ഒരേ റൂട്ടിൽ നിന്നുള്ള സെമിറ്റിക് റൂട്ട്സിൽ നിന്നുള്ള ഭാഷകളാണ്. അതുകൊണ്ട് തന്നെ പല പദങ്ങളും തമ്മിൽ ബന്ധമുണ്ടാവും. അഹമ്മദ് തന്നെയാണ് എന്തിലുള്ളത്? ഇതിലുള്ളത്, അരാമിക്കിലുള്ളത്, അറബിയിലും അഹമ്മദ് തന്നെ. ഇതിൽ മറ്റൊരു അത്ഭുതകരമായൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് നിങ്ങൾ പരിശോധിച്ചു നോക്കുക, ഏത് രേഖയും, ഗ്രീക്കിലെ രേഖകൾ മുഴുവടുത്ത് പരിശോധിച്ച് നോക്കുക. ഏതെങ്കിലും ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി പെരിക്ലീറ്റസ് എന്നോ പാരക്ലിറ്റോസ് എന്നോ വിളിക്കപ്പെട്ടതായി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അഹമ്മദ് എന്ന് വിളിക്കപ്പെട്ടതായിട്ടും കാണാൻ സാധ്യമല്ല. അഥവാ യേശുക്രിസ്തുവിലൂടെ ദൈവം തമ്പുരാൻ നിർവഹിച്ച ഈ പ്രവചനം പരിശുദ്ധമായി തന്നെ മുഹമ്മദ് നബി വരെ പടച്ചവൻ കാത്തു സൂക്ഷിച്ചു എന്നർത്ഥം. നിങ്ങൾ നോക്കുക, ഒരിക്കലും അഹമ്മദ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ മുഹമ്മദ് നബിക്ക് മുൻപ് അറേബ്യയിൽ ഉണ്ടായിരുന്നതായി ഒരു രേഖയിലും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അതേപോലെ തന്നെ അരാമിക് ഭാഷയിലും അഹമ്മദ് എന്ന പേരിൽ ഒരാൾ ഇസ്രായേലിൽ എവിടെയെങ്കിലും ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. ഇതേപോലെ തന്നെ പെരിക്ലീറ്റസ് എന്നോ പാരക്ലിറ്റോസ് എന്നോ വിളിക്കപ്പെട്ട ഒരാൾ ചരിത്രത്തിൽ ഒരിക്കലും ഒരു വ്യക്തിയായിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് മുഹമ്മദ് നബിയെ കുറിച്ച് തന്നെയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ? അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അതിലാണ് ഒന്ന് ഞാൻ പറഞ്ഞത്, എന്താണ്? അദ്ദേഹം പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും. ഞാനത് വിശദീകരിച്ചു കഴിഞ്ഞു നേരത്തെ. അദ്ദേഹം എന്നെ മഹത്വപ്പെടുത്തും, എന്നെ മഹത്വപ്പെടുത്തും. യേശു പറയാ, നിങ്ങൾ പരിശോധിച്ചു നോക്കുക, ഈ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കുക. യേശു ക്രിസ്തുവിനെ ഖുർആൻ മഹത്വപ്പെടുത്തുന്നത് പോലെ ലോകത്ത് മറ്റൊരു ഗ്രന്ഥവും മഹത്വപ്പെടുത്തുന്നില്ല. മറ്റൊരു ഗ്രന്ഥവും എന്നതിനുള്ളിലേക്ക് ബൈബിൾ അടക്കം ഉൾപ്പെടുമെന്നാണ് ഞാൻ പറയുന്നത്. ബൈബിളിൽ നിങ്ങൾക്ക് യേശുവിൽ ക്രൂശീകരണം ആരോപിച്ചുകൊണ്ട് യേശു ക്രൂശീകരിക്കപ്പെട്ടു എന്ന് ഖുർആൻ അംഗീകരിക്കുന്നില്ല കേട്ടോ. നിങ്ങളുടെ അറിവിനു വേണ്ടി പറയാൻ. എന്തുകൊണ്ടെന്നറിയാമോ? ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്ത് നിസായിലെ 157, 158 വചനങ്ങളിൽ യേശു ക്രൂശീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ യഹൂദന്മാരെയാണ് ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത്. ഖുർആൻ പറയുന്നത് യഹൂദന്മാർ ശപിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ അദ്ദേഹത്തെ ക്രൂശിച്ചു എന്ന് പറയുക വഴി. എന്താ കാരണം? യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഖുർആൻ പറയാൻ കാരണം എന്താ? എന്താ യഹൂദന്മാർ യേശു ക്രൂശീകരിച്ചു എന്ന് പറയാൻ കാരണം, ക്രൂശീകരിക്കപ്പെട്ടു എന്ന് പറയാൻ കാരണം? യഹൂദ വിശ്വാസപ്രകാരം മരത്തിൽ തറക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൽ 23-ാമത്തെ വചനത്തിൽ നമ്മൾ കാണാം, മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ യേശുവിനെ ക്രൂശീകരിച്ചുകൊണ്ട് ശപിക്കപ്പെട്ടവനാക്കി തീർക്കണമെന്നാണ് യഹൂദന്മാർ വിചാരിച്ചത്. ക്രൈസ്തവ തത്വശാസ്ത്രത്തിന്, ദൈവശാസ്ത്രത്തിന് അടിത്തറ പണിത സെന്റ് പോൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിലൂടെ അദ്ദേഹം പറയുന്നത് യേശു ശപിക്കപ്പെട്ടവനായി തീർന്നു എന്നാണ്. നിങ്ങൾ വായിച്ചു നോക്കുക, യേശു ശപിക്കപ്പെട്ടവനായി തീർന്നു നമുക്ക് വേണ്ടി എന്ന് ആര് പറയുന്നു? പൗലോസ് പറയുന്നു, ഖുർആൻ പറയുന്നു. ഇല്ല, യേശു ശപിക്കപ്പെട്ടവനായിട്ടില്ല. വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. ഇല്ല, അദ്ദേഹത്തെ അവർ ക്രൂശിച്ചിട്ടില്ല, അദ്ദേഹത്തെ അവർക്ക് കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. പടച്ച തമ്പുരാൻ തന്റെ വിനീതനായ ദാസനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നോട് കുരിശിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിച്ച ദാസനെ ദൈവം